മുട്ടേ പുതിയ ചാപ്റ്റർ വന്നാ? ഓ മുത്തേ പുതിയ ചാപ്റ്റർ. എടാ എനിക്കത് കാണാൻ പറ്റില്ല. എന്റെ അനിമേഷൻ ആ സമയത്ത് സത്യം എന്റെ കുഴപ്പമില്ല. ഈ ഗെയിമിന്റെ ഇതാണ് ബഗ് എന്തരായത് ഇറങ്ങിപ്പോയെ. ഡിലേറ്റഡ് സ്ട്രീമിൽ കിടപ്പുണ്ട്. ഡിലേറ്റഡ് സ്ട്രീം നെറ്റിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് നെറ്റാണ് വൈഫൈ ആ സമയത്ത് പ്രശ്നമായ അത് എനിക്ക് എന്തോ എന്തായാലും അടുത്ത ചാപ്റ്റർ 6 ഈസി ബ്രദർ ഈസി ബ്രോ. അടുത്ത ആര് വില്ലൻ? അടുത്ത ഇങ്ങനെ കാണിക്കണം. ആരും എൻ്റെ അടുത്ത് കഥ പറയാൻ വരടില്ലേ. തുടക്കം ഇങ്ങനെ നല്ല ആരും കഥ പറയാൻ വരില്ലേ. എടാ പുണ്ടച്ചി മോനെ നിന്റെ പർച്ചേസ് നീ വരാതി മോനെ പോടാ ഉണ്ണേ എന്റെ പർച്ചേസ്. ഓക്കെ എടാ 10,000 മുത്ത എന്റെ 10,000 പവർ ഉണ്ട്. മുത്തേ വാടാ 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 ഫൈറ്റ് ചെയ്യാൻ വാടാ 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 ആടാ വാടാ വാടാ ഓടി വാടാ ചാടി വാടാ ഓടി വാടേ. ആര് നൈറ്റ് മേറാ നിന്റെ വണ്ടി നൈറ്റ് മേറ വാടാ. തീയറിഞ്ഞെന്നെ എടാ അവനെ ചാടി കറങ്ങി ചവിട്ടി മനസ്സിലായില്ലേ. എടാ മുത്തേ നീ എന്റെ ഒരു നീ ഞൊടിക്കേ ഉള്ളു മനസ്സിലായി. നീ നൈറ്റ് മെയർ എന്ന് പറഞ്ഞാൽ തീയറിഞ്ഞാൽ നീ ഒന്നും നടക്കൂല. ഞാൻ ഒരു ഞൊടിക്ക് നിന്നെ വീഴ്ത്തിയിട്ടുണ്ട് മുത്തേ. ഞാൻ ഒരു ഞൊടിക്ക് നിന്നെ വീഴ്ത്തിയിട്ടുണ്ട് മനസ്സിലായി. നീ കുറച്ച് പേരെ കാരാ നീ വാ നിന്നെ ഒരു റൗണ്ട് ഓടിച്ചു വിടാം പെട്ടെന്ന് പറഞ്ഞു. ഓയ്യോ നിന്റെ പവർ എടുത്താൽ നിന്റെ കാലിന്റെ ഇടയ്ക്ക് കളയും. നീ വാ എടാ നിന്നെ അടിക്കാൻ ഈ പവർ പോലും വേണം മനസ്സിലായി. ഈ രണ്ടടി മാറി നോക്കുമാര്. ഓക്കെ മുത്തേ അവനെ അടിച്ച് പറപ്പിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ. അടുത്ത ആറാ. എടാ ഓ ലെവല് 17 അല്ല 17 അവനെയും കുറച്ചുകൂടെ പോടുന്നു. മുത്തേത് പറയണില്ല. ഒരു ഫാസ്റ്റായിട്ട് അടിക്കണം തെറിപ്പിക്കണം അവനെ കടിച്ച്. ഓടാ എന്തെങ്കിലും കിട്ടി പോടാ എടാ എന്ത് മൊറിയ വേക്കപ്പ് ഇറ്റ്സ് ബേണിംഗ് അഗൈൻ. എവളായിരുന്നു ഫൈനൽ ബോസ് ഏഞ്ചല്. ഇതിന് ചാപ്റ്റർ വീണ്ടും ഒന്ന് അല്ല അങ്ങനെയൊന്നും ആയിരിക്കൂല. ഇറ്റു ഓടാ ഉണ്ണേ നീ വേറെ പുണ്ണയാണ് ഇറ്റു. ഇറ്റു എന്ന് വെച്ചാൽ എന്നെ ഡിസപ്പോയിന്റ് ചെയ്തോണ്ടിരിക്കുന്ന ഇടത്തിനാണ് മുത്തേ. ഷാഡോ ഫൈറ്റ് ഞാൻ ഒന്ന് പറയാനില്ല ഇനി. മുത്തേ പോടാ മാർഗസിന് അണ്ടി പോടാ മുണ്ടച്ചോണേ. അടുത്തത് വെൽക്കം ടു ഹോം. വെൽക്കം ഹോമാ. 900 പവർ ഉള്ളവനാണ് പറഞ്ഞ കേട്ടാ. 900 പവർ മുത്തേ. നിന്നെ ഞാൻ വാടാ ഫോർട്രസ് പട്രോള്. എടാ പുണ്ടച്ചി മോനെ നീ എന്നെ മുഖത്ത് ചവിട്ടിയല്ലേ. ഇനി ഗേൾസ് എന്നെ എങ്ങനെ നോക്കൂടാ. എന്റെ ആ ഫേസില് ഹാൻഡ്സംസ് പോകൂലേടാ. ഹാൻഡ്സം ആ സാധനം കുറയൂലേ. നിന്നെ മുഖത്താണ് അടിക്കണം. നിനക്ക് ഞാൻ പടച്ചിട്ടിട്ടൊന്നും എന്തിനാണ് പിന്നെ. നിന്നെ പോലെ ഓഞ്ഞ മറ്റേ എന്തിരി വാണമിട്ടുണ്ടാക്കി സാധനം എടുത്താലേ പറിച്ചിട്ടായിട്ട് ഇട്ടോളൂ. നിങ്ങൾ ഇത് ലെജൻഡറി സാധനമാണ് മനസ്സിലായി മുത്തേ. കണ്ട ഇതൊക്കെ വാങ്ങണേ നീ നിരന്ന് ഓടേണ്ടി വരും. നിരന്ന് മുമ്പേണ്ടി വരും മനസ്സിലായില്ലേ. മുത്ത എന്റെ ഇരിക്കണ ഈ സാധനം കണ്ടാ നീ മുത്തേ. നീ എന്ത് പറയണത് നിന്റെ തന്തയ്ക്ക് നിന്നെ വാങ്ങിച്ചിട്ടാൻ പറ്റില്ല മുത്തേ. റെഡ് ബോക്സ് നിന്നെ പുകയ്ക്കോടാ. എന്നെ അമ്പ് ചെയ്താണേ. കൊച്ചു കഴിവേറി ഒന്നേടാ നിന്റെ നിന്നെ ഞാൻ പുകയ്ക്കോടാ. നീ മര്യാദക്ക് ഇങ്ങനെ അവനങ്ങ് തീർത്ത് സമാധാനമായി സന്തോഷമായി. ഓക്കെ സൗണ്ട് ഉണ്ട്. ഞാൻ ജസ്റ്റ് സൗണ്ട് ഉണ്ടാകും. സൗണ്ട് ഉണ്ട്. ഓക്കെ എടാ നമ്മള് ലെവൽ 17 ഈ ഉടനെ ആവും കേട്ടാ. നിങ്ങളെ ബോസിനെ വിളിയടാ. ബോസ് മാറാ. എനിക്ക് ബോസിന് 2 അടി അടിക്കണം. പവർ കയറ്റി 10,000 പവർ ലെജൻഡറി ഹാർമർ ലെജൻഡറി സാധനങ്ങള്. ക്യൂന് ഇതെന്തിനാണ് ഒലണ്ട വന്നിട്ടുണ്ട് മുത്തേ. ഇനി സീനാവും. ഇനി വല്ലോ ഇവിടെ നടക്കും മനസ്സിലായില്ലേ. ഒലണ്ട വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ. ഇനി മറ്റേ കുണ്ണത്തരവൊന്നും പറയാൻ പറ്റില്ല. ഒലണ്ട വന്നിട്ട് മറ്റേ നമ്മളെ പിടിച്ച് വല്ലതും ചെയ്തോളെ മനസ്സിലായില്ലേ. അപ്പൊ നമ്മൾ നിന്ന് കൊടുത്തേ പറ്റും. അത് അങ്ങനല്ല എന്തെങ്കിലും വരട്ടെ. എന്താണ് ചെയ്യാൻ പോണത് മുത്തേ? വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ. മറ്റേ പരിപാടി അത് തന്നെ. മറ്റേ ഒരു നൈറ്റ് മെയർ കൊണ്ടുവന്ന മറ്റേ കുണ്ണത്തിനെ പറഞ്ഞ് അവൻ്റെ കുണ്ണയ്ക്ക് ഒട്ടിച്ചിട്ടത്. പിന്നെ വേറൊരു പുണ്ടച്ച വന്ന് അവൻ്റെ ആർമർ വെച്ച് ആ പുണ്ടച്ച എന്നെ അടിക്കാൻ വന്ന് അവൻ തലയിൽ ചവിട്ടിയ പിന്നെ പൊടാ പുണ്ടച്ചവരെന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു വിട്ടു. ഇതാണ് നടന്ന ക്യൂൻ. ഇത്ര മാത്രമേ നടന്നുള്ളൂ ക്യൂൻ. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ക്യൂൻ. ഞാൻ പാവമാണ് ക്യൂൻ. യു ദെയർ ചൈൽഡാ. ഞാൻ ചൈൽഡാ. ഇത്രയും ബോസുകൾ അടിച്ചു വന്ന് 1 2 3 4 5 ചാപ്റ്ററിലെയും ബോസുകൾ അടിച്ചു വന്ന് ഞാൻ ചൈൽഡാ. മുത്തേ നിനക്ക് ആള് മാറിപ്പോയി. നിനക്ക് റെസ്പെക്ട് ഞാൻ തിരിച്ചെടുക്കാൻ പോവാണ്. ക്യൂൻ അല്ല എൽഡാ ഒലഡാ
ഒലേടാ, വേർ ഡിഡ് യു ഗെറ്റ് ദിസ്? യുവർ അമുലറ്റ് സീംസ് ഫാമിലിയർ. ഓടി, നിനക്ക് ഇനി പാസ്വേഡ് എന്നെ നീ ചൈൽഡിന്റെ കാര്യം നീ അന്വേഷിക്കണ്ട. അവളെ മൊറിയ ഓലണ്ട. ലുക്ക് അറ്റ് യു ആൾ ഗ്രോ അപ്പ്, ഇറ്റ്സ് മീ മൊറിയ, വി ആർ ലുക്കിംഗ് ഫോർ ഷാഡോ ആൻഡ് ഇറ്റ്സ് ജൂൺ ആൻഡ് ഡൈനാസ്റ്റി പ്രിൻസസ്. ആരാ ഉണ്ടെന്ന്? ജൂൺ ഓലണ്ട. ലെറ്റ് പ്രൊസസ്ഡ് ഇൻ ടു ദ കാസിൽ മൈ ചൈൽഡ് ആൻഡ് ടാക്ക് യുവർ അംബുലൻസ്. എടാ ഇത് മറ്റേ ജൂൺ അല്ല. ജൂൺ ഞാൻ കണ്ട എനിക്കറിയണ്ട മുത്ത, നീ എന്ത് പറയണ? തുടക്കം തൊട്ട് എന്റെ കൂടെ നടന്ന ആളാണ് ജൂൺ. അത് നീ എനിക്ക് വന്ന് പറഞ്ഞു തരണ്ട മുറിയെ, മനസ്സിലായി? ജൂൺ ഒന്നും എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കൂലേ. അവളൊക്കെ നമ്മളെ ചങ്കാണ് മുത്തേ, നീ എന്ത് പറയണം? ഇറ്റൂന്റെ കുണ്ണ, മാർക്കസിന്റെ അണ്ടി, ക്യൂന് പോലെ. You can do that in person. Last living elder, too old to be sane in fact. അപ്പൊ എന്താണ് ഓലണ്ടേ? Still he's ready for fight and seems doesn't like you much now. I have to go. ഒന്ന് പോയി തരുമോ? ഓ വന്നിട്ട് ചൈൽഡ് എന്ന് വിളിച്ചേക്കണം. ഒന്ന് പോയാണീ. എന്താണ് പറയണത് മുത്തേ? മുത്തേ ഇതെന്താണ് ഈ പെണ്ണുമ്പുള്ള പറയണത്? ഏലടാ എടാ ഞാൻ ഇവനായി മാറി. എടാ ചുമ്മാ അല്ല, മാർക്കസ് കുണ്ണ എന്റെ അടുത്ത് എനിക്ക് പറഞ്ഞറിയെന്ന് പറഞ്ഞ ഏതാ കുണ്ടച്ചു മോൻ അടിക്കാൻ അവന് സഹായം വേണം. അപ്പൊ ഞാൻ അവനായി മാറി അവൻ അടിക്കാൻ പോണം. ഇതൊക്കെ ഞാൻ വന്ന് എടാ നിനക്കൊന്നും സ്വന്തമായിട്ട് കഴിവില്ലടാ. നിനക്ക് ആരടാ? നീ അവിടുത്തെ സൈനികനെ മറ്റേ സ്വേച്ഛാധിപതി ആരും എന്തിനാണ്ടല്ലേടാ? നിനക്ക് ഇത്തിരിയെങ്കിലും അന്തസ്സും മാനവും കൊണ്ടാടാ. നിനക്ക് ഒരാൾ അടിക്കാൻ പറ്റൂല, നീ ഉടനെ അപ്പുറത്തെ നാട്ടിലുള്ളവനെ വന്ന് വിളിക്കും. ഇത് ഇവനെ ഈ പക്രൂന് അടിക്കാനാണ് നീ എന്നെ വിളിച്ച. തലയിൽ കുറച്ച് മറ്റേ വാണം അടിച്ച് തേച്ച് വെച്ചേക്കണ ഈ വെള്ള പാണ്ട് പിടിച്ച എവനെയാണ് അടിക്കാൻ നീ എന്നെ വിളിച്ച. എന്നെ നീ അപമാനിച്ചാടാ. ഇവ എന്നെ അപമാനിച്ചാല്. ഫൈറ്റ് ആസ് മാർക്കസ്, ഫൈറ്റ് ആസ്. എന്തിനാണ് ഞാൻ മാർക്കസിനെ ഹെൽപ്പ് ചെയ്യണം? മാർക്കസ് ആരെന്റെ അച്ഛനാ? ആരടാ നീ മാർക്കസെ? എടാ ഇവന്റെ ഒന്ന് പോയാ ഇവനൊക്കെ എന്നെ ജൂണ് ഞാൻ സന്തോഷത്തോടെ സഹായിച്ചു. ഇവനൊന്നും അത്രയും ഒത്തേ ഇത് സീനാവും. അവൻ കുറച്ച് വാണോ മോത്ത് വെച്ചോന്നിട്ട് എന്റെ അടുത്ത് ഫൈറ്റ് ചെയ്താൽ വന്നേക്ക് പോണി. ഇവിടെ ഇവൻ അടിക്കും, ഞാൻ വരണ്ടില്ല. അതാണ് എനിക്ക് വിഷമം. ഇവനെ ഞൊട്ടി വിടും, ഞൊട്ടി മാർക്കസ് ആയിട്ട് ഞാൻ അവൻ അടിക്കണോന്ന്. ഇവനൊക്കെ ഓടാർക്കാണ്. എടാ ഇതിലെ ബോസ് എവിടെയാടാ? ബോസിനെ വിളിയടാ. ബോസിനെ വിളി. ബോസ് കം. എടാ എന്തൊരു തലയിലത്, എന്തൊരു ഇത് കൊള്ളാം കേട്ടാ. സാധനം വെടുപ്പായിട്ടുണ്ട് കാണാൻ. മുട്ടയിട്ടു നീ ഒന്ന് പോയിത്താ. അണ്ണാ നിങ്ങൾ വന്ന? ഓ സാർജ് എടാ അണ്ണൻ ആരെന്നറിയാവോ നിങ്ങക്ക്? എടാ അണ്ണാ സാർജ് അണ്ണാ. എടാ അണ്ണന് ചാപ്റ്റർ 1 ബോസാണ്, മനസ്സിലായ? ആളുകൾ അപമാനിക്കാൻ പ്രത്യേക ഒരു കഴിവുള്ള ആളാണ്. അതുകൊണ്ട് ആ കുണ്ണത്തരം തന്തയുടെ അടുത്താണ് ആദ്യം തുടങ്ങണം. തന്തയില്ലാത്തവന്ന് വിളിക്കുന്ന ആളാണ് അണ്ണൻ, മനസ്സിലായില്ലേ? അങ്ങനത്തെ ആളാണ് അണ്ണൻ. അണ്ണൻ എന്റെ അടുത്ത് വന്ന് കുണ്ണത്തരം കാണിച്ചേണ്. ഉണ്ടച്ചിമോ ഒരു ചുറ്റിയും കൊണ്ട് ഒട്ടിച്ച് അവന്റെ പൊട്ടിച്ച് വിട്ട് ഞാൻ. എടാ എന്നിട്ട് തോറ്റിട്ട് എന്ത് പറഞ്ഞെന്നാ? ഇതൊക്കെ ഞാൻ വിട്ട് തന്നെ, നീ പോടാർക്ക നിന്റെ അണ്ടി. നിന്നെ അന്ന് അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എടാ ദൈവമേ, എടാ സോറി അങ്ങനെയല്ല, ദൈവമേ എവനെ എനിക്ക് കിട്ടണേ, എനിക്ക് അടിക്കാൻ കിട്ടണേ, അവനെ തെറിപ്പിക്കും, അവനെ ഞൊടിച്ചു വിടും. എടാ മോടാ, നിനക്ക് എന്റെ അടുത്ത് ഇപ്പൊ സംസാരിക്കണോടാ? നിനക്ക് എന്റെ സഹായം വല്ലോ വേണം, നിന്നെ സഹായിക്കൂലടാ. നിനക്ക് ഭയങ്കരമായിട്ടാളോട് നിന്റെ ചുറ്റി എവിടെയാടാ? നീ ഇങ്ങനെ നല്ലല്ല നിക്കണം, നിന്റെ ചുറ്റിയെ കൊണ്ടുപോടാ. നിന്റെ ചുറ്റിയൊക്കെ പോയാ? നിന്റെ ഹാർമർ എവിടെ? നീ എവിടെ? ഓടാ അതിന് നിനക്കെന്ത്? നിന്നെ ഞാൻ വല്ല വിളിച്ചാണ്? നിന്നെ ഞാൻ വല്ല ആവശ്യത്തിന് വിളിച്ചു? കാരണം ഇവനൊന്ന് പറഞ്ഞു വിട്ടാണ്, ഇവരൊരു സംസാരിക്കാൻ താല്പര്യമില്ല. എടാ നിനക്ക് എന്തുവാണ്? ഞാൻ ഒരുത്തിനോട് സംസാരിക്കില്ല. നീ എന്തിനാണ് ഇടയ്ക്കാറുള്ളത്? നീ എന്തിനാണ് വിളിക്കുന്ന ആൾക്കാർ? നീ ആർക്കാർ? ഇത് പോടാർക്കാർ. ഇവൻ പറയണ ക്യൂൻ വിച്ചല്ല. നിങ്ങൾ സംസാരിക്കുന്നത് എന്തിനാണ് എന്നെ വിളിച്ചത്? ഞാൻ ഗ്രൂപ്പ് ചാറ്റിക്കണടാ. ഞാൻ ഗ്രൂപ്പ് കളി ചെയ്യണം. ഞാൻ ഇവിടെ ലൈവ് ചെയ്യൂല. നിങ്ങൾ എന്തിനാണ് എന്നെ സാർജ്? എടാ പൊന്നി, നീ ഒന്ന് പോടാർക്കാർ. Your times are long gone, General. Yes, I do know you and this guy. എടാ പുണ്ണെ, എടാ അവൻ പറഞ്ഞു കേട്ടാ, I know. നീ അവൻ എന്നെ മറന്നിട്ടില്ല. അന്ന് ഞാൻ തട്ടി വിട്ടത് അവന്റെ മനസ്സിൽ കിടപ്പുണ്ട്, മനസ്സിലായില്ലേ? അവൻ അന്ന് കിട്ടിയ ഇത്, അന്ന് അവന്റെ കുണ്ണയ്ക്ക് ഞാൻ തട്ടി വിട്ട്. അത് അവന്റെ മനസ്സിൽ ഇപ്പോഴും തട്ടി നിൽപ്പുണ്ട്. അവൻ ആ പേടി ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ അവൻ മറന്നില്ല എന്നെ. എത്ര ചാപ്റ്റർ കഴിഞ്ഞ് വന്നതാണ് ഞാൻ വരെ ഒരു ഇത് പെട്ടെന്ന് ഇതായാണ്. ഇവനെന്നെ മറക്കാൻ പറ്റൂല. അവന്റെ അഹങ്കാരം കുറച്ച ആളാണ് ഞാൻ. ഫോക്സ് സാർജിന്റെ പറി പൊട്ടിച്ചിങ്ങെടുത്ത്, മനസ്സിലായില്ലേ?
ആൻഡ് ദിസ് ഗൈ. അവൻ പറഞ്ഞേട്ടാ, യെസ് ഐ ഡു നോ യു. മാർക്കസിനെ അറിയാം. ആൻഡ് ദിസ് ഗൈ എന്നെയാണ് ആ പറഞ്ഞത്. അത് പറ്റിയില്ല, പച്ച മഞ്ഞ ഇതിട്ട് ആക്കുകയും ചെയ്തു, കളർ ചെയ്യുന്നുണ്ട്. വിത്ത് യു ആസ് വെൽ. എടാ നീ എന്നെ മറന്നില്ലല്ല കുണ്ണെ. നിനക്ക് നിന്റെ നീ 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 നിന്റെ എടാ അവന്റെ സംസാരത്തിൽ ഇപ്പോഴും ആ ഒരു ഇത് കണ്ട. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും അവൻ കുണ്ണ തന്നെയാണ്, സീരിയസ്ലി. ലോങ് ടൈം നോ സീ ഫൈറ്റർ. Yes, yes, Charles. Yes, yes. Long time. I beated your meat and I broke your meat. I beat you. You dick. I hear you fight me. Dick. Big dick. Fight with me. Big. Big. Sorry, sorry. No, I am big dick. You just a small hungry, arrogant dick. Fight with me. Arrogant dick. Fight with me. I am the real. Real fighter. Shadow. Fight with me. You arrogant dick. ഫൈറ്റ് വിത്ത് മീ. എടാ പട്ടി, നിന്റെ ഓഫർ നിന്റെ അച്ഛന് കൊണ്ടുകൊടുക്കും. പോയ അണ്ണേ. എടാ ഇവനെ കിട്ടാൻ അടിക്കാൻ കിട്ടണേ അവനെ. എടാ ഇവൻ, ആർ യു എ പ്രിസൺ ഗാർഡ്? ഹൗ ഡു യു ഹാപ്പൻ ടു നോ മൈ ഫ്രണ്ട്? ഓ ഈ പുണ്ടച്ചിമോന്റെ ഈ സെർവഡ് അണ്ടർ മൈ കമാൻഡ് വെൻ ഐ നോ ഐ വാസ് എ ഷാഡോ സ്ക്വാഡ് സർജന്റ്. ഇറ്റ് ആൾ വെൻ സൈഡ് വേ ബാക്ക് ദെൻ ആൻഡ് ഐ വാസ് ബസ്റ്റഡ്. നിന്നെ ആരെങ്കിലും പിടിച്ച് ബസ്റ്റ്, നിന്നെ ആരെങ്കിലും പിടിച്ച് പണ്ണ്, നിന്നെ എണ്ണ ഇട്ട് പണിക്കണം. നിന്നെ കാത്തോടെയാണ് നിന്റെ ഉടുപ്പ് മാറി. ഉടുപ്പ് ഇതൊന്നും അല്ല, ഇവിടെ ഒരു ചുറ്റിയുണ്ട്. നീ തോറൊന്നും അല്ല, മനസ്സിലായില്ലേ? നീ തോറല്ല, അത് നീ മനസ്സിലായി. തോറുന്ന രീതിയിലൊക്കെയാണ് നിന്റെ അടുത്ത് വന്നത്. രണ്ട് ചുറ്റി, ഒരു ചുറ്റി ഒരിടത്ത്, ഒരു ചുറ്റി ഒരിടത്ത്. തോറ് വിട്ട വാണം പോലും നിന്നെ കാര്യം നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. അത്രയും പറഞ്ഞു. ക്രിസ് ഹെംസ്വർത്ത് നിന്നെ കണ്ടാ കാക്കിച്ച് തുപ്പും മുട്ടച്ചവനെ. ഓടാ ഉണ്ണേ. ഐ കെയിം ഹിയർ ടു സെറ്റ്. എടാ അന്ന് ഞാൻ ബിഗിനിയർ ആയിരുന്നു, ബിഗിനിയർ. അത് നിങ്ങൾ ആലോചിക്കണം. എന്നിട്ടാണ് ഇവനെ അടിച്ചത്. അത് ഞാൻ മെനക്കെട്ട് കിടന്ന് അടിച്ചാണ് അവനെ, മനസ്സിലായി? അന്ന് എനിക്ക് വലിയ പരിചയമില്ലായിരുന്നു. ഗെയിം ബോൾ പുതുതല്ലേ. ഷാഡോ വിറ്റ് ഞാൻ അങ്ങനെ കളിച്ചിട്ടില്ല. ഷാഡോ വിറ്റ് 2 എന്ന 2 ഫൈറ്റ് ആണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കളിച്ചേ ഉള്ളൂ. അപ്പോഴാണ് അവൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഒറ്റ അടുത്ത് നിന്നെ നീ കാണണ്ട, പോടാ എടുക്കാൻ. നിന്റെ ഐ കെയിം ഹിയർ ടു സെറ്റ് യു ഫ്രീ. ഐ നീഡ് യുവർ അസിസ്റ്റൻസ്. എടാ നിന്നെ ഞാൻ സഹായിക്കൂലെന്ന് വെച്ചാൽ സഹായിക്കൂല. നീ അതിൻ്റെ അടുത്ത് കെഞ്ച്, അണ്ടാ എന്നെ സഹായിക്കണം, നിങ്ങളുടെ അടുത്ത് അന്ന് പറഞ്ഞ് തെറ്റായി. നീ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു ഇല്ലെങ്കിൽ നിന്റെ അടുത്ത് നീ പോടാ ഉണ്ണേ. The rebels got out of their cells in next halfway. Help me to stop them in the old legion name. ദൈവമേ, അവനെ എനിക്ക് അടിക്കാൻ കിട്ടണേ. ഇവനെ എനിക്ക് ഈ ഫൈറ്റിന് കിട്ടി. എടാ എനിക്ക് അവനെ അടിക്കണം. ഇവനായിരിക്കണേ സാർജ് ആയിരിക്കണേ അണ്ണാ, സാർജ് ആയിരിക്കണേ. എടാ ഏതാ ഉണ്ടച്ചിമോ വേറെ. സാർജന്റ് ശിഷ്യനാണ്? അല്ല മറ്റേ വേറെ അവിടെ. എടാ സാർജന്റ് അവന് ധൈര്യം എന്റെ അടുത്ത് വരാൻ പറഞ്ഞു. മൊത്തം അവൻ എന്റെ കയ്യിൽ കിട്ടി. അവനെ ഞാൻ പിടിച്ചു ഉടക്കി. അവന്റെ ചുറ്റി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അവന്റെ മൊറ്റ അടുത്ത അവന്റെ കണ്ടൂടെ എനിക്ക് പന്നി. ഇവനെ പെട്ടെന്ന് തീർക്കാം. കാരണം നിന്നെ മറ്റടുത്ത് പറയെടുത്ത നീ എന്നെ അടിക്കൂടാ. നീ എന്നെ അടിക്കുക, റെഡ് ഫോക്സിൽ നീ അടിക്കുക. നിന്റെ വലിയ തന്തേനെ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ വലിയ തന്തയൊക്കെ ചാർജായിരുന്നു. പക്ഷെ 2 ചുറ്റിയും കൊണ്ട് അണ്ണ വന്നിട്ടുണ്ടായിരുന്നു. തോറിന് കണക്കാണ് അണ്ണ വന്നത് ആ സമയത്തൊക്കെ. ആ സമയത്ത് ഭയങ്കര പവറായിരുന്നു. അവനെ ഞാൻ അടിച്ചിട്ടാണ്. അപ്പോഴാണ് എനിക്ക് പ്രസന്റ് അകത്ത് കിടക്കണ വാടം. നിന്നെ എന്ത് വാടം, നിന്നെ ഓടാർക്ക എന്റെ ഓടാർക്ക. അവിടെ ആ സ്യൂട്ട് കാണാൻ കൊള്ളാം. അതിലൊരു അഴകുണ്ട് ആ സ്യൂട്ട്. എത്ര പവർ ഉണ്ടായിരുന്നു? 400. മാർക്കസ്, സോ യു സോ ദിസ് റൈറ്റ് കമ്മിങ്, ഡിഡ് യു റിപ്പോർട്ട് ഇറ്റ്? ഇപ്പൊ നമ്മളെയൊക്കെ സഹായം വേണം. അന്ന് ബിഗിനിയർ ആയിരുന്നപ്പോ നമ്മളെ പുച്ഛിച്ചോനാണവൻ. നിന്നെ കൊണ്ടൊന്നും ഒന്നും പറ്റൂല. നമ്മുടെ ഒരു ശിഷ്യ ഉണ്ടായിരുന്നു, ജിസ്മോയ ഏതോ ഒരുത്തെ. അവൻ ആദ്യം പൊട്ടിച്ച്, അതിനുശേഷം അവൻ വന്നു, അവന്റെ ഉടച്ച്. ഇതൊക്കെ കഴിഞ്ഞ് ചാപ്റ്റർ 2 ഇറ്റു. അവൻ വന്നിട്ട് ഇങ്ങനെയാണ്, നിന്നെ കൊണ്ടൊന്നും കുണ്ണേന്ന് പറ്റില്ല. അവൻ ഇങ്ങനെയാണ്. ഞാൻ ജൂണിനെ സഹായിച്ച ഒരു ഫൈറ്റിന് പോയിരുന്നേ. ആ ടൈമിൽ അവൻ പറഞ്ഞാണ് നിന്നെ കൊണ്ടൊന്നും പറ്റൂല, നീ വല്ല ഊമ്പാനാൻ പോകുന്ന അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അവനെ കാട്ടിയിട്ട് വണ്ടി തീർത്ത് കളഞ്ഞു. അവനെ തീർത്ത് എന്ന് വെച്ചാൽ അവന് അവിടെ ഫൈറ്റ്, അവനായിട്ട് ഫൈറ്റ് എടുത്ത് അവന് പിടിച്ച് ഉടച്ച് കളഞ്ഞു. അതിനുശേഷം ഇപ്പൊ നോക്കിയാലും
അണ്ണ അങ്ങനെ ചെയ്യല അണ്ണ, അവൻ അങ്ങോട്ട് പോണ അണ്ണ, അവൻ അങ്ങനത്തെ ഒരുത്തനാണ്. ഫൈറ്റ് ചെയ്യണതിന് മുന്നേ അവൻ ഇങ്ങനെ നിന്നെ പൊടയ്ക്കും. അത് കഴിഞ്ഞപ്പോ അവനും ഭവ്യത. എടാ പോടാ അതൊക്കെ നീ ഇറ്റു എല്ല് മനസ്സിലായി, ഇറ്റു എല്ലി അവൻ അറകന്റെ എല്ല്, സാർജ് അറകന്റെ എല്ല്, ഇറ്റു പേറും അല്ലേ ഗിസ് മോനെ അവനെ കണ്ടിട്ടില്ല, അവനൊക്കെ അവനെ മറ്റേ തുടച്ചു നീക്കൂല നമ്മള് തെറിച്ചു വിടണേ, അതേപോലെ അവൻ നീക്കി കാണും, നീ അവൻ എങ്ങോട്ടെങ്കിലും പോയി കാണും. ഇറ്റ് വാസന്റ് എ ബിഗ് സീക്രട്ട് സം മെൻ ഹൂ വിയർന്റ് ബ്രൈബ്ഡ് ബൈ ഡൈനാസ്റ്റി. എടാ നിന്റെയൊക്കെ സാധനം ഡൈനാസ്റ്റിയൻ റൈറ്റ് ലെഡ് വടവിൽ എക്സെൻഡർ ഒക്കെ നമ്മളെ ഉണ്ട്, ഒരു നമ്മളെ എക്സെൻഡർ ഉണ്ട്. എന്ത് വേണം, സെൻഡ് ചെയ്യണമല്ലോ. കമാൻഡ് എക്സെൻഡർ രണ്ടുപേരും എക്സെൻഡർ എന്തൊരു സെൻഡ് ചെയ്യണമായിരുന്നു പറയാം. മാർക്കസ് എക്സെൻഡറിൽ മറ്റേ തുണ്ട് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞ്, അപ്പൊ അവനെ മറ്റേ ചുറ്റിയെ പിടിച്ചിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് സാർജിന് ഒരു സാധനം വേണം, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? എന്റെ കുണ്ണ ഞാൻ വെട്ടിയെടുത്തപ്പോ അവിടെ എനിക്ക് ചുറ്റിയാണ് വെച്ചേക്കണം, മനസ്സിലായി? ചുറ്റി ഇങ്ങനെ പിടിച്ച് അടിച്ചോണ്ടിരിക്കുമ്പോൾ അതിന്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാർജ്, മനസ്സിലായില്ലേ? മാർക്കസ് ഏതാണോ ചോദിച്ചോണ്ടിരിക്കുന്നത്, എക്സെൻഡർ സെൻഡ് ചെയ്യണമായിരുന്നു രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരുന്നത്. എടാ ഇതിന്റെ ഇടയിൽ എന്നെ വിളിക്കുന്നതിനാണ്, ഞാൻ നിങ്ങളെ ഗ്രൂപ്പ് ചാറ്റ് കിടക്കണം പട്ടികളെ, എന്നെന്തിനാണ് വിളിക്കണം? എടാ നിങ്ങൾ എന്നെന്തിനാണ് വിളിക്കണം? കുറെ എന്നെല്ലാം ഗ്രൂപ്പ് ചാറ്റ് വിളിച്ചിട്ടാണെങ്കിൽ അമ്മ തമ്മിൽ സംസാരിക്കേണ്ടി എന്നെ വിളിക്കും. എന്തിനാണ് ഇവനൊക്കെ ഇവന്മാർ എന്താണ്? മുത്തേ ഞാൻ സത്യം പറയില്ല, റെസ്പെക്ട് യു ബ്രോ. എടാ ഇത് അവൻ തന്നെ. ഓ മുത്തേ നീ തന്നെ അത്. എടാ 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 സിയാൻസു, എടാ എന്റെ ഞാൻ ഷാഡോ പോയിട്ട് ഈ ഒരു ഗെയിമിൽ ഇത്രയും നാളെ കളിച്ച് എനിക്ക് ആ കൂടെ റെസ്പെക്ട് തോന്നിയ ഒരാളെന്ന് വെച്ചാ സിയാൻസു ആണ്. പിന്നെ മാസ്റ്റർ ഗാലറി കൊള്ളാം, പക്ഷെ തുടക്കാണ്ടൻ തന്നെ അത്ര ഇതില്ലായിരുന്നു, പക്ഷെ അടിച്ച് ഫൈറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു റെസ്പെക്ട് അല്ല, ഒരു നല്ല മനുഷ്യനാണ് ഗാലൻ. പിന്നെ ജൂണന്റെ ഫ്രണ്ടാണ്, കൈൻഡ് പേഴ്സൺ ആണ്. എനിക്ക് പക്ഷെ ഫൈറ്റ് എടുത്ത് ഒരു എനിമിയായിട്ട് ഫൈറ്റ് എടുത്ത് ഇത്ര റെസ്പെക്ട് തോന്നി പോയിട്ടുള്ളതാണ് ഇവനുമായിട്ടാണ് ഷിയാൻസു. എടാ ഇവനാണ്, പക്ഷെ കാണാൻ വേറെ ആളറാ. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഫസ്റ്റ് വന്നപ്പോ ഒരു മഞ്ഞയായിരുന്നു, മഞ്ഞ ഡ്രസ്സ് പോലത്തെ ഒരു സാധനം, അപ്പൊ കറക്റ്റ് ചൈനക്കാരെ. പിന്നെ വന്നപ്പോ ഒരു വേറെ ഒരു കറുപ്പാ ഏതൊരു കളർ വന്ന്, അന്ന് അതേ സെയിം ലുക്ക് തന്നെ. പെട്ടെന്ന് ഇപ്പൊ അനുഭവം പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. പക്ഷെ ആദ്യം ഞാൻ അടിച്ചെടുത്ത സമയത്താണെങ്കിൽ ആദ്യം മഞ്ഞയായിരുന്നു, അപ്പൊ ഗ്യാലറി ശിഷ്യനായിരുന്നു. ഞാൻ അവിടെ കയറാൻ നേരത്ത് അവൻ പറഞ്ഞ് ഇവൻ എന്നോട് കയറ്റാൻ പറ്റില്ല, കുണ്ണനെ പറഞ്ഞു എന്നെ പറഞ്ഞു. അപ്പൊ ഗ്യാലൻ പറഞ്ഞ് ശരി നിങ്ങൾ ഫൈറ്റ് എടു, ജയിച്ചാ അവൻ കയറും, ഇല്ലെങ്കിൽ ഇറക്കി വിടാ എന്ന രീതിയിൽ പറഞ്ഞു ഗ്യാലൻ പറഞ്ഞു. ഗ്യാലന്റെ പ്രിയ ശിഷ്യനാണ് അവൻ ഷിയാങ്സു. ഷിയാങ്സുവിനെ ഫൈറ്റിന് വിളിച്ചു. ആ സമയത്ത് എനിക്ക് പേടിയായിരുന്നു, പക്ഷെ അവൻ തോറ്റാൻ ഞാൻ പിന്നെ അവിടെ നിന്ന് പോകണം, ഗെയിം അവിടെ എൻ്റെ ആണ്, എനിക്ക് പിന്നെ മുന്നേറാൻ പറ്റില്ല. അത്രയും പേടിച്ച് ഞാൻ പവർ മാത്രം കയറ്റാൻ വേണ്ടി 2-3 മാസം എടുത്ത് അവൻ അടിച്ചിട്ട്. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരും, തിരിച്ചു വന്ന് എൻ്റെ ഞാൻ തിരിച്ചു വന്ന് നിന്നെ അടിക്കുമെന്നൊരു വാക്ക് എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞാണ് പോയത്. എന്നിട്ട് അവൻ വന്നെങ്ങനെയാ 7 അർക്കാടയുണ്ട്, 7 ഇവിടുത്തെ എത്ര അവിടെ ഒരു അർക്കാടയുണ്ട്, അത്രയും അർക്കാട ഫുൾ അവൻ മറ്റേ ഇതെടുത്ത് ഒരു അത്രയും. അവൻ ആ സമയത്ത് അവൻ ശിഷ്യനായിരുന്നേ, ഞാനും അവന് ആദ്യം വെച്ചെടുത്ത സമയത്ത് അവൻ ശിഷ്യനായിരുന്നേ ഗാലന്റെ, ഞാൻ ഗാലന്റെ ശിഷ്യനാണ് വന്ന ആള്. അപ്പൊ എന്നിട്ട് ആ ഗ്യാലന്റെ അവിടെ നിന്നൊക്കെ പോയി അപ്പൊ സ്വന്തമായിട്ട് 7 ഇത് ഉണ്ടാക്കി, എന്തൊരു അർക്കാണ് എന്തൊരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ഇതിന്റെ അങ്ങനെയാണ് ഗെയിം കളിച്ച പറ്റി അങ്ങനെ തോന്നി, വ്യത്യാസം ഉണ്ടെങ്കിൽ വിട്ടേരെ. അവ 7 അർക്കാടയാണ് ഉണ്ടാക്കി, മറ്റേ കളിക്കണ മറ്റേ ശിഷ്യന്മാരെയൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് എന്റെ അടുത്ത് അടിക്കാൻ വന്നു. എന്നിട്ടും അവൻ എന്റെ അടുത്ത് ഞാൻ ആ സമയത്ത് ഓവർ പവർ തന്നെയാണ്, അവൻ എന്നെ അടിച്ചെടുത്തില്ല. എന്നിട്ടും അവന്റെ ഫൈറ്റ് സ്കിൽ വെച്ച് കഴിഞ്ഞാൽ കുറെ പണി എടുത്തിട്ട്, പക്ഷെ എനിക്ക് ആ സമയത്ത് നല്ല പവറിലോണ്ടാണ് ഞാൻ പിടിച്ചു തന്ന. അത്ര റെസ്പെക്ട് തോന്നിപ്പോ എടുത്തനാണ് എനിക്ക് അവന്റെ അടുത്ത്. എന്നിട്ട് അവന്റെ അടുത്ത് ഡീസെന്റ് ആയിട്ടാണ് സംസാരിച്ചത്. സാർജ് കുണ്ണേനെയും ഗിസ്മോ കുണ്ണേനെയും ഇറ്റു കുണ്ണേനെ പോലെ ഒന്നല്ല, എന്റെ അടുത്ത് വളരെ റെസ്പെക്ടോടെ സംസാരിച്ച, മനസ്സിലായി? അത്ര ഞാൻ ഒരു ബോസ് ആണ്, ബോസ് ആയിട്ട് എന്നെ അടിക്കാൻ പറ്റും, അത്ര റെസ്പെക്ട് ചെയ്ത് സംസാരിച്ചാണ്. പക്ഷെ ഇപ്പൊ അവനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പേരത് തന്നെ, പക്ഷെ ആള് മൊത്തത്തിൽ ഒരു മാറ്റം എനിക്ക് അതാണെന്ന് അറിഞ്ഞൂടാ. അവനാണെ മുത്തേ അവൻ ഡബ്ല്യു ആണ്, ആ റെസ്പെക്ട് ഷിയാങ്സു. പക്ഷെ നീ എന്നെ കണ്ടിട്ട് വേറെ മറ്റേ തെങ്ങി കയറാൻ വന്ന മാമനെ പോലെ ഉണ്ട്, മറ്റേ എന്തിരി കൈ എന്തിരിക്കണ ഇതെന്തിരി. പക്ഷെ നോക്കാം മുത്തേ നോക്കാം. നീ അവനാണെങ്കിൽ ഞാൻ റെസ്പെക്ട്, അല്ലെങ്കിൽ നിന്നോട് പോവാൻ പറയും, ഊമ്പെന്ന് പറയും നിന്റെ അടുത്ത്. വാ. അയ്യോ ഞാൻ വായിക്കാൻ പറ്റില്ല. എന്തായാലും മറ്റേ ഐ ആം എ അബ്സല്യൂട്ട് ചാമ്പ്യൻ ഓഫ് നോർത്ത്, 5 ടൈം വിന്നർ ഓഫ് ദ ലീജിയൻ പ്രിസൺ ഫൈറ്റ്, ഐ ആം എക്സൻഡ്ര എന്തിരി ഇമ്മോർട്ടൽ. ഓക്കെ പോടാ ഇറ്റു പട്ടി. എടാ മുത്തേ അവനാണെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട് ഫൈറ്റ് അവനുമായിട്ട് എടുക്കാൻ. അതിപ്പോ ഫൈറ്റ് ചെയ്യുമ്പോൾ അറിയാം, ആ സ്കില്ല് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ മുത്തേ. 2 ഫൈറ്റ് ഞാൻ അവനുമായിട്ട് എടുത്തിട്ടുള്ളേ, എനിക്ക് അറിഞ്ഞൂടെ അവനെ. ഇത് കാണാൻ വേറെ തെങ്ങി കയറാമെന്ന് കിടത്തിൽ മറ്റേ പായൽ കോരാമെന്ന മാവനെ പോലെ ഉണ്ട്, പക്ഷെ അവനെ പോലെ തോന്നല്ല. അവൻ ചെറുക്ക, ഇതേതാ മാമനടാ പേര് മോട്ടിച്ചോളുന്ന മാമേ. വരട്ട് കണ്ട ഇത് മാമേ. ഇഷ്ടം എനിക്ക് കളിച്ചിട്ടാവണല്ലോ കേട്ടോ, അവൻ തന്നെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, സീരിയസ്ലി എനിക്ക് അറിഞ്ഞൂടാ ബ്രദർ. ഇതാവണം ടൈം ലൂസ് എന്ന് പറയാൻ ഞാൻ എന്തിനാണ്
നിന്റെ ഒരു നീ അവൻ തന്നെ. അതാണ് എനിക്ക് സംശയം. നീ അവൻ തന്നെയാടാ. എനിക്ക് അവനായിട്ട് തോന്നല്ല. കാരണം വെച്ചാൽ രണ്ടാമത്തെ ഫൈറ്റ് ഒക്കെ എടുത്ത സമയം വെച്ച് കഴിഞ്ഞാൽ അത്ര പവർ തന്നെയാണ്. 3000 പോയിന്റാണ് മുന്നേ തന്നെയാണ്. എന്നിട്ട് പോലെ തന്നെ വാരി പറക്കിട്ട് എത്ര അടിച്ചെന്നാ അത്. പക്ഷെ യു ഡെഡ്. നിന്നെ ഇനി അവനാണെന്ന് എനിക്ക് അറിഞ്ഞു. ഇപ്പൊ ആ സ്കില്ലൊക്കെ വ്യത്യാസം. ഇതെന്തൊരു പവർ! യോ തീയത്തി യോ മുത്തേ നീനാണ് കേട്ടോ. എനിക്ക് അവനാണെന്ന് എനിക്ക് ഇല്ലടാ. എന്റെ പവറൊന്നും കുറവില്ല. അത്ര പവർ ഞാൻ ഓവർ പവറിലാണ് നോക്കണം. അതുകൊണ്ട് എനിക്ക് പേടിക്കില്ല. അവരെ വെച്ചിട്ട് ഫൈറ്റ് ആണെങ്കിൽ സന്തോഷം. പക്ഷെ അവൻ തന്നെ ഇത്. അതാണ് സംശയം. അവൻ തന്നെ കണ്ടിട്ട് അവനായിട്ട് ഒരു ഇതുമില്ല, ഒരു സാമ്യതയില്ല. സത്യം പറഞ്ഞില്ല, അവനായിട്ട് ഒരു സാമ്യത ഇല്ല. അവനല്ല ഇത് എന്ന രീതിയിലാണ് നിൽക്കണം. പക്ഷെ പേരെതാ വേറെ പേരില്ല. അങ്ങനെയൊന്നും ഒരിക്കലും എനിക്ക് മനസ്സിലാവും. അവനാണ് അവൻ ഇങ്ങനെ നേരിട്ട് സംസാരിക്കാറില്ല. അവൻ ഇത്തിരി ഇതാണ് എന്ന് വെച്ചാൽ കളിക്കുമ്പോൾ ഓക്കെ ഫൈറ്റ് ചെയ്യാൻ രീതിയിൽ ഫൈറ്റ് ചെയ്ത് തോറ്റാ ഓക്കെ അത്രേ ഉള്ളൂ. തിരിച്ച് അടിക്കുന്നൊരു കുറഞ്ഞിട്ട് വലിയ മാസ് എൻട്രി നടത്തുന്നവരാണ്. ഇതേപോലെ അടിക്കടയിൽ വന്ന് വർത്താനം എനിക്ക് അറിഞ്ഞൂടാ. 100% ഉറപ്പിക്കാൻ പറ്റില്ല. പേര് മാത്രമല്ലേ നമുക്കുള്ളു ഷിയാങ് തോന്നുന്നു. പക്ഷെ അവനാണെന്ന് എനിക്കൊരു ഇത് കിട്ടാറില്ല. എന്താ അവനാണെങ്കിൽ സന്തോഷം. ലെവൽ 17 ലെവൽ 17 അവിടെ മുന്നേ ഇനി അടുത്ത ലൈവ് അതിന്റെ 59 മിനിറ്റ് 1 മണിക്കൂർ ചെയ്യണേ ഉള്ളൂ. 1 മണിക്കൂർ ചെയ്യണേ ഉള്ളൂ. കാരണം നാളത്തെ ഗെയിമിന് വേണ്ടി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതിനുവേണ്ടി കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്, എഡിറ്റ് ചെയ്യാനുണ്ട്. ഇന്നത്തെ ലൈവ് എഡിറ്റ് ചെയ്യാനുണ്ട്. ഇതൊക്കെ നിന്റെ തന്ത ചെയ്യണം, ഞാൻ തന്നെ ചെയ്യണം. മനസ്സിലായി? നീ വേറെ ചെയ്തിട്ടില്ല, ചെയ്യണം. ഷിയാങ്സു, I mean mastered all known fight styles only to defeat you. Do you think the minor laws can stop me? അവൻ പറഞ്ഞാണ് അവൻ എല്ലാ രീതിയിലുള്ള ഫൈറ്റ് സ്കില്ലും പഠിച്ചിട്ട് വന്ന് എന്നെ അടിക്കാൻ നോക്കി. പക്ഷെ ഞാൻ ഓൺലി ടു ഫൈറ്റ് യു. നിന്നെ അടിക്കാൻ വേണ്ടി മാത്രമേ ഒരുപാട് ഫൈറ്റ് ഒക്കെ പഠിച്ചിട്ടാണ് വന്നത്. ഒരു ഫൈറ്റിംഗ് സ്കില്ലൊക്കെ പഠിച്ചിട്ടാണ് വന്നത്. ഡു യു തിങ്ക് ഈ ഒരു ചെറിയൊരു തോൽവി എന്നെ ഇതാക്കൂ, ഞാൻ പൂർണ്ണമായിട്ട് തോറ്റാൻ തുല്യ ആവൂല എന്ന രീതിയിലാണ് പറയണം. അവര് നോക്കാം. ഇതാണ് അവരിത്. മനസ്സിലായില്ല? ഇതാണ് വേണ്ട. അല്ലെ ഇറ്റു അണ്ണ തോറ്റതിന് ശേഷം അണ്ണന്റെ കുണ്ണ ഊമ്പാട് വന്ന രീതിയിലാണ് ഇറ്റു എന്റെ അടുത്ത് തോന്നി നിൽക്കണം. അതുപോലെ നല്ല ബുദ്ധി. സീരിയസ്ലി പറയാല്ലേ, അവൻ ആദ്യം പുച്ച പിന്നെ ഊമ്പല ആ പരിപാടി നടക്കൂല. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറയാം. അതാണ് എനിക്ക് ആദ്യമേ റെസ്പെക്ട് തോന്നിപ്പോയത്. എടാ ഇവനെ ആദ്യം പറഞ്ഞു വിട്ടാണ്. ഇവനെ ഇടിക്കും കാട്ടില്ല. എടാ ഇവൻ സാർജെ പോടർക്ക. എടാ നിന്നെ പടർക്കെ നിന്റെ ഒരു സഹായം നിന്നെ വിളിച്ച് വന്നേക്കടാ നിങ്ങളെന്ന് പറഞ്ഞിട്ട് പടർക്കെ സാർജ്. ആൻഡ് ഐ ബിലീവ് ദ ലീജിയൻ ക്യാൻ ബി സേവ്ഡ്. പടർക്കെ എനിക്ക് തോറ്റ മതിയല്ല. നിന്റെ പിന്നെ ചുറ്റി എടുത്ത് അടിയടാ. പടർക്കെ മറ്റേ ചുറ്റിയെ കൊണ്ട് അടിക്കാൻ വന്നേങ്ങൾ തെറുപ്പിടാ. പടർക്കെ അവന്റെ ചുറ്റിയെ വെച്ചിട്ട് തെറുപ്പിടാ. പോടാ. 30 ജെമ്മ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നോക്കാറ ചേട്ടെ. ലേറ്റർ പൈസ ഒന്ന് പോയാണ് നീ ഒന്ന്. ചാപ്റ്റർ എത്ര 6 അല്ലേ? എടാ 7ാമത്തെ. ഇതിന്റെ നല്ല പവറുണ്ട് മാർക്കസ്. അയ്യോ എന്താ പറയണം. ലൊലണ്ട ഹാഡ് ടു ബി ക്രൗൺഡ് ആഫ്റ്റർ മൈ സ്പെയർ ക്യാമ്പയിൻ. ഷീ ക്യാൻ ബി ഇമ്മോർട്ടൽ ക്യാൻ ഷീ? ആൻഡ് വാട്ട് അബൌട്ട് ദ എൽഡേഴ്സ്? എടാ നീ എന്തിനാണ് എൻ്റെ അടുത്ത് ചോദിക്കണത്? ഞാൻ വല്ലോ നിന്റെ അടുത്ത് പറഞ്ഞ എടാ ഒന്ന് അണ്ണായി സാർജ് അണ്ണാ ഒടുക്കത്തെ തൊണ്ട. ചാറ്റ് കേൾക്കാമോ? പെട്ടെന്ന് ശബ്ദം ഒരുമാതിരി പോയടാ. ഇപ്പൊ സെറ്റായി. ചാറ്റ് സാർജ് അണ്ണ നിങ്ങൾ എനിക്ക് നിന്റെ അടുത്ത് എന്തിനാണ് എൻ്റെ അടുത്ത് പറഞ്ഞ? ഇവനിപ്പോൾ എൻ്റെ സഹായം വേണോ? നിനക്ക് സഹായവും തരൂല, ഒന്നും തരൂല. നീ പോ, നിന്റെ ഉണ്ണയെടുത്ത് നീ പോ മയിര്. She silenced everyone, move against another shadow squad dispatched. Failure after failure, but she kept trying. എടാ നീ പോയാണ്. ലുക്ക് ദെയർ നിന്റെ അണ്ടി അവൻ്റെ ലുക്ക് ദെയർ. ചാറ്റ് റോങ് വേ. എടാ 900 പോയിന്റ് ഉള്ളോ എൻ്റെ അടുത്ത് പറയുന്നു റോങ് വേ എന്ന്. 900 അല്ല 9000. 900 ഇവിടെ ഞാൻ എത്ര 12000 പോയില്ല. നിന്റെ വണ്ടി ഞാൻ നോടിക്കും. ഇവിടെ വാടാ ജയിൽ കീപ്പർ. എടാ നിന്നെ ഒരാൾ അടിച്ചല്ലേ? എടാ നിന്നെ ഞാൻ നോക്കിയോ. എടാ എനിക്ക് ഈ ബണ്ടിൽ കിട്ടി. നിങ്ങൾ കണ്ടായിരുന്നോ? എൻ്റെ പൊന്ന് W ആർമർ. എടാ കാണിച്ചാൽ വിട്ടു. എടാ ഈ ആർമർ കണ്ടാ? W ആർമർ. W ആർമർ. എടാ അവനിന്ന് പുകയ്ക്കാം. അവനെ കൊണ്ടില്ല. എടാ ആർമർ ഇവിടെ അവനെ അറിഞ്ഞെറിഞ്ഞ് കളഞ്ഞു. മറ്റേ അവൻ്റെ ശിഷ്യനാണെന്തോ സാർജിൻ്റെ. ചുറ്റിയെ കുണച്ചോണ്ട് പറഞ്ഞു. കൊടുത്ത് വിട്ടിട്ടുണ്ട്. 2ാമത്തെ റൗണ്ട് നിനക്ക് നിനക്ക് ഇന്ന് ഞാൻ
പിന്നെ അവനെ എടാ നിന്നെ എനിക്ക് അടിക്കാം. ചില അവൻ്റെ ചുറ്റികയും കുണ്ണയെല്ലാം ഊരി താഴെ മനസ്സിലായില്ലേ, 2 അടിക്ക് വീണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് റോങ് വേ നിൻ്റെ അപ്പൻ്റെ പതിവാടാ കുണ്ണെ. ചാപ്റ്ററിലെ ലെവൽ 18 എത്താറായി. ഇടോ എന്തിനാ കിട്ടി? എപ്പിക്ക് സാധനം എന്തിനാ അടിച്ചേട്ടാ? ലെജൻഡറി ആർമർ. എടാ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടാ. എടാ പവർ ഇല്ലെന്നോട്. മാർക്ക് സിറ്റ് ട്രൈ ടു മേക്ക് യുവർ വേ ടു ദ ത്രോൺ റൂം ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ജൂൺ ആൻഡ് മോറിയ ആർ സേഫ്. എടാ കറക്റ്റാണ്. ആ കാര്യം പറഞ്ഞു. മോറിയൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ജൂൺ എൻ്റെ ഫ്രണ്ട്, അവളെ സേഫ് ആക്കി വെക്കണം. ക്യൂവിനെ സേഫ് ആക്കി വെക്കണം. അതിൽ പിന്നെ ഒരു എല്ലും ഇല്ല ചാറ്റെ. ക്യൂവിനെ സേഫ് ആക്കി വെക്കേണ്ടത് എൻ്റെ കടമയാണ്. കടമ വിട്ടൊരു കളിയില്ല, മനസ്സിലായില്ലേ? എടാ ആർമർ എനിക്ക് നോക്കണം കേട്ടോ. ഇപ്പോൾ ഒരു ആർമർ കാണിച്ചു. എടാ ഫ്രീ, എന്തൊരു ഫ്രീ? എടാ ഇത് പഴയത് തന്നെ. ഒരു പവർ കൂട്ടി കൊണക്കാൻ എനിക്ക് തരും. എനിക്കിത് വേണ്ട. 3 എന്തിനാ കീ കിട്ടിയടാ? കീ വെച്ച് ഉപയോഗപ്രദമാകുമോ എന്തോ. ഇതൊന്നും വേണ്ട. എടാ ഇതല്ല മറ്റേ, എടാ 3000 സംതിങ് അല്ലേ? ഇതാണ് ആർമർ. എടാ ഇത് കൊള്ളാമല്ലടാ, കുഴപ്പമില്ല, കൊള്ളാം. എടാ എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് ഡബ്ല്യു സാധനം. ഇത് കൊള്ളാം. ഇത് നൈസാണ്. വേറെ എണ്ണം ഉണ്ടായിരുന്നു. ഇത് കൊള്ളാം. 12,000 സംതിങ്. എടാ ഇതൊന്നും അപ്ഗ്രേഡ് ചെയ്തില്ലയോ? ഇതൊക്കെ അപ്ഗ്രേഡ് നല്ല പൈസ വേണം. ലെജൻഡറി ആർമർ അപ്ഗ്രേഡ് എപ്പോഴും ഒരു പൈസ അധികം വേണം. ഇത് വേണ്ട. ഇത് ജോൺസിനോ ഒരു സാധനം പോലെ ഉണ്ട്, സത്യം പറഞ്ഞാൽ കൊള്ളാം. ഇത് വേണ്ട. അവിടെ സത്യം പറഞ്ഞാൽ കിടിലം. എത്ര ആർമർ എൻ്റെ ഇരിക്കണം. നല്ല ഡബ്ല്യു ആയിട്ടുള്ള ആർമറുകൾ എൻ്റെ ഇരുമുണ്ട് ചാറ്റെ. നല്ല കിടില സാധനങ്ങൾ എൻ്റെ ഇരുമുണ്ട്. വല്ലവനെ എന്നാൽ പൊട്ടിച്ച് വിടാൻ ചാറ്റെ. അടുത്തവനെ പേടിക്കാം. മാർക്കസ്, ഇറ്റ് സീംസ് ദ ഡൈനാസ്റ്റി ഹാർഡ് ബാക്കപ്പ് പ്ലാൻ. വരാൻ പറ. 10K പവറുള്ളവന് അവർ 10,000 നീതിടാ. 10K നീതിച്ചു. അത് നൈസ്. ഓക്കെ നോക്കാം. ദ ആംസ്. ഓക്കെ വാ 10K ബെസ്റ്റ് 12K ചാറ്റ്. 10K ബെസ്റ്റ് 12K നോക്കാം. ഡൈനാസ്റ്റിൻ ഗ്രിൻഡർ അണ്ടി. എടാ ഇവൻ എടാ അവൻ മറ്റേ കറക്കി ഇറങ്ങണ കുണ്ണയെ വെച്ച് അടിക്കാൻ വന്നോ. എടാ അച്ഛോ എടാ അവൻ്റെ കാല് വരെ അടിച്ച് തലവണ്ടാക്കി. അല്ല മുതുവിന് അണ്ടിക്ക് കൊടുത്ത്. എടാ അത് നിന്നെ ഞാൻ ഇപ്പം നോക്കിയോ. നീ എന്തിനാ ഇവൻ എന്തിനാ സാധനം കറക്കി എടുത്ത് അടിച്ചടാ എന്നെ. അവൻ്റെ കയ്യിൽ എന്തൊരു സാധനം ഉണ്ട്. ഇത് കണ്ട് എറിയണ സാധനം തന്നെ. ഇതെൻ്റെ ഉണ്ടായിരുന്നു. പവർ കുറതായതുകൊണ്ട് എടുക്കാത്തതാണ്. നിന്നെ ഞാൻ ഇന്ന് അത്രേ ഉള്ളു ചാറ്റ്. അവൻ്റെ ഡൈനാസ്റ്റി എന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കണം. അവൻ്റെ അടുത്തന്നെ വിളി. എടാ 18 കുറച്ചുകൂടെ വേണം. അവൻ എന്തൊക്കെ നല്ല താരണുണ്ടോ ചാറ്റ്. ഗ്രേറ്റ് വി സ്കാർട്ടേഡാ. ബിയാടാ ഞാൻ സ്കാർട്ടേഡ്. എന്ത് ബ്രോ ഞാനല്ലേ അടിച്ചിട്ടാ. നീ എന്ത് എടാ സാർജ് പൊടാവുണ്ണേ. നിൻ്റെ അണ്ടി പൊടാവുണ്ണേ. ഈസി നെക്സ്റ്റ് ചാപ്റ്ററിൽ എടാ ഇവ ഡെങ്കാറാവും. അതായത് നിൻ്റെ അപ്പൂപ്പന്നെ മൈലെ. വൺസ് അഗൈൻ ഫേറ്റ് ബ്രിങ് us ടുഗദർ ആൻഡ് ദ ഫ്രണ്ട് അണ്ടി. എടാ എന്താണ് നിങ്ങൾ? ഇറ്റ്സ് പേഴ്സണൽ. ജൂൺ ടോൾഡ് മീ അബൌട്ട് ഡെങ്റാവ്. ഹീ ഡ്രീംസ് ഓഫ് ട്രംബ്ലിങ് ഹെർ ഫാദർ ഫ്രം ദ ത്രോൺ. ലെറ്റ്സ് ഫിനിഷ് ഇറ്റ്. സത്യം ഈ മറ്റേ ജൂണിൻ്റെ ഫാദറിനെ പറ്റി ഇങ്ങനെ പറ്റിയ ഞാൻ ഇവിടെ ഒന്നും അങ്ങനെ പറ്റിയൊന്നും എനിക്ക് വിടുന്നില്ല. ജൂണിൻ്റെ ഡാഡി ആയതുകൊണ്ട് മാത്രം അങ്ങനെ ഭീഷണിയെ നിൽക്കണം. ഒരുത്തനെ അടിക്കാൻ പോവാണ്. മനസ്സിലായില്ലേ? മാടാ നീ നിന്നെ പറപ്പിക്കും ഞാൻ. 10K + 12K. വില്ലൻ രാജാവാണ് അവരെ ഫടന്മാരല്ലേ ആദ്യം ജയിക്കുമെങ്കിൽ ആദ്യം രാജാവ് അടിക്കും. ഡെങ്റാവ് എവൻ്റെ പണ്ടിൽ നേരത്തെ എനിക്ക് കാണിച്ചാൽ നോട്ട് യു അഗൈൻ നോട്ട് യു. എടാ നിനക്ക് എന്നെ അറിയാം. എടാ എവനെ എനിക്കറിയാം. ഡെങ്റാവ് എടാ മറ്റേ പച്ച ഡ്രസ് ഇട്ട് എടുത്തേ. എടാ നീ നിനക്ക് രാജാവിൻ്റെ ഇത് വേണോ അല്ലേ, പദവി വേണോ അല്ലേ? നിൻ്റെ ആഗ്രഹം കൊള്ളാമല്ല.
നീ ആഗ്രഹിക്കണേ കുറച്ച് അധികമാണ് കേട്ടാ. നീ നിൽക്കടങ്ങി അവിടെ നിൽക്ക്. നോട്ട് യു സ്റ്റോപ്പ്, യു വോണ്ട് സ്റ്റോപ്പ് ചെയ്യുന്ന എടാ തറയെ നന്ദി എണീക്ക്. എന്നിട്ട് നമുക്ക് സ്റ്റോപ്പിനെ പറ്റിയും ബസ് സ്റ്റോപ്പിനെ പറ്റിയും പഠിക്കാം. നീ അത് എണീച്ചു വാ. നിന്നെ ഞാൻ ഇന്ന് പറപ്പിക്കും. നിനക്ക് ജൂണിൻ്റെ അച്ഛനെ തന്നെ അടിക്കണമല്ലോ. എടാ ഇവനാണോ നീ അങ്ങനെ പ്രൊസസ്സർ ടെമ്പറേച്ചർ ആക്കിയാൽ. ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്തൊരു പ്രൊസസ്സർ എംബ്രർ ആ സാധനം ആക്കിയത് നോക്കട്ടെ. പവർ പോലും എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് അവൻ അടിക്കാൻ. യു വിൽ പേ ഫോർ ദിസ്. നിനക്ക് ഞാൻ ഗൂഗിൾ പേ അയച്ചു തരാം കുണ്ണെ. എടാ ലെവല് കൂടണല്ലേ എടാ, എന്ത് പതിയെ കൂടണം ലെവല്, പതിയെ കൂടിപ്പോകും. ഈ ചാപ്റ്ററൊക്കെ ഇന്ന് എടാ അതിന് പറ്റുമോ കേട്ടോ. പവറിന് ഇന്നും കൂടിയവന്മാരായിരിക്കും പറഞ്ഞത്. സാർജ് എടാ ഇവൻ ഇപ്പം എന്നെ സഹായം വേണ്ടിയതാണ്. എടാ എന്താ നിനക്ക് ഇറങ്ങി അടിച്ചു വിടാം. നിൻ്റെ ചുറ്റിയ 2 കുണ്ണയെ കൊണ്ട് ഇറങ്ങി അടിക്കാത്തത്. ഡസ് റെങ്ക്രാവ് സ്റ്റിൽ ബ്രീത്ത്? I'll toss him to the pit that should make him revaluable his dreams. എടാ ഇവൻ സത്യം പറഞ്ഞവന് ശരിയല്ല കേട്ടാ. ഇവൻ പിന്നെ ഇവനെ വെച്ചാൽ ഈ ഫൈറ്റ് ഇട്ടിരുന്നത് ഞാൻ ഉറഞ്ഞ് പിരുത്തേനെ. നീ വേറൊരു സാധനം, നീ തൽക്കാലം നീ മാറിപ്പോയിട്ടു. മാർക്കസ് ഹെൽഡ്രസ് ദ ലീജിയൻ ത്രോൺ റൂം ഫണ്ണി ദാറ്റ് ഐ ഡോണ്ട് ഫീൽ സർപ്രൈസ്ഡ്. എനിക്ക് വല്ല കേൾക്കാൻ ചൂട് സർപ്രൈസ് ആവേ. There is a secret passage out of the throne room and an emergency escape route for the royal family. Let's check it out. എടാ നീ പോയി നോക്കടാ. ഞാൻ നിൻ്റെ കൂടെ പറഞ്ഞു. ഞാൻ നിൻ്റെ തന്തയാടാ എന്നെ വിളിച്ചോണ്ട് പോയി. ക്യൂൻ ഒലണ്ട. How did this guard let you out? You don't learn from your mistakes, Sergeant. I should execute you back then. Your Majesty, I've seen enough. How could you let the precepts the Legion be violated? Who are these elves? My personal guards, and don't you dare to judge me. നമ്മൾ ക്യൂവിൻ്റെ അടുത്ത് ജഡ്ജ്മെൻ്റ് ആയിട്ടൊന്നും പോകണില്ല. എന്തായാലും നോക്കാൻ ചാറ്റ അതേ പറഞ്ഞോളൂ. യു ലെറ്റ് ദ ഗ്ലോറി ഫോർ വൈൽ ഹോംലാൻഡർ നല്ലതാണ്. കണ്ണിന് തീറ്റ സാധനമൊക്കെ വരും. കണ്ണിന് ലേസറൊക്കെ പറഞ്ഞ ആളാണ് ഹോംലാൻഡർ. 10 K vs 12 K വീണ്ടും വരുന്നു. ഏതാ വരുത്താൻ അവൻ നീ നോക്കും. നീ പാടാക്കണം എടാ പറ്റില്ല. അവനാണെന്ന് ഹെൽലെസ്. എടാ ഇവൻ്റെ ബണ്ടിൽ തീയടാ. എന്തിനാ വിട്ടേക്കണ എടാ? അവൻ എന്തിട്ടേക്കണ ഇത്? എടാ അവൻ്റെ ബണ്ടിൽ കൊള്ളാടാ. ഇതെനിക്ക് കിട്ടൂലടാ. ബോളോ വാച്ചർ. എടാ ബോളോ ആ പന്ന പൂന്തോട്ടക്കാരൻ. അവൻ്റെ ആളല്ലേ. നിന്നെ ഞാൻ ഇപ്പം നോക്കി അവന് കൊടുക്കാടാ. അവന് ഞാൻ എനിക്ക് എടാ അവൻ്റെ ഒരു അസല് പന്നിയാണ്. അവളെ അച്ഛൻ ജൂണിൻ്റെ അച്ഛനെന്ന് പ്രശ്നമായി കിടന്ന സമയത്ത് മറ്റേ പ്രോസസ്സ് ടെമ്പറേച്ചറായി കിടന്ന സമയത്ത് ഇങ്ങേരടുത്ത് പോയപ്പം ഇങ്ങേരെന്തിനു ചെയ്ത് അതിൻ്റെ പൂന്തോട്ടത്തിലെ പറിക്കാൻ കൊണ്ട് വിട്ട്. അവൻ്റെ വാച്ചറല്ലേ എനിക്ക് ഇപ്പം തരാം. എടാ നീ എന്നെ കുറേ അടിച്ചു. നിന്നെ ഇപ്പം ഞാൻ തരാം നോക്കിയോ. മാറിക്കളഞ്ഞ്. എടാ ഇവൻ്റെ ബണ്ടിൽ കൊള്ളാം. ഈ ബണ്ടിലൊക്കെ കയറി എടുക്കണം. ഇത് സാധനം കൊള്ളാം. എന്തൊരു ബാഗിയായത്. നീ പോയിട്ട് നിൻ്റെ വലിയ തന്തെ വിട്. ഇങ്ങോട്ട് വിട് മറ്റേ ബോളോനെ. ഞാൻ അവനായിട്ട് സംസാരിക്കാം. എനിക്ക് അവൻ്റെ കുറച്ച് പൂ എടുക്കാണ്ട്. മനസ്സിലായില്ലേ? പൂ എടുക്കാണ്ട് വിളിക്കാണ്. പന്നീരമായി അവൻ്റെ പൂപ്പറി കാണിക്കാൻ അന്ന് കൊണ്ടുപോയാണ്. അവൻ വില്ലനാണ് പന്നി. അവൻ ക്ലോണൊക്കെ ആയി പോയാണ്. ചാറ്റ എന്തെങ്കിലും ഒരു കിടില സാധനം കിടിച്ചുണ്ട്. എപ്പിക്ക് കർമ്മ എന്തൊരു കമാസ. ക്യൂൻ ഒലണ്ട. സോ ദ വാച്ചേഴ്സ് ഫെയിൽഡ് നോട്ട് എ പ്രോബ്ലം. ഇവർക്ക് അടിക്കാൻ പറ്റുന്നുണ്ട്. വാച്ചേഴ്സിനെ വിട്ടാണ്. നിന്നെ ഞാൻ നോക്കിയോ. ആക്ച്വലി ഐ ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ. യു വോണ്ട് ഇൻഫെയർ മൈ മാസ്റ്റർ പ്ലാൻസ്. അവിടെ എവിടെയായിട്ട് അടിക്കാം. ലൊലണ്ട വാട്ട് ഹാസ് ബിക്കം ഓഫ് യു. യുവർ ബോഡി ലുക്ക് ലൈക്ക് മൈ ഡോൾസ്. എന്താണെന്ന് മാസ്റ്റർ ബോളോ അപ്ഡേറ്റ് മൈ ബോഡി. എടാ മാസ്റ്റർ ബോളോ എന്ന് പറഞ്ഞാൽ പരനാറി നായിൻ്റെ മോനാണ് ഇതിൻ്റെ പിന്നിൽ കേട്ടാ. ആ ചെറ്റപ്പട്ടിയാണ് ഇതിൻ്റെ പിന്നിൽ. അവൻ എവളെ എന്തിനാ ഇതാക്കി എവളെ എന്തിനാ പറഞ്ഞ് വശത്താക്കിയിട്ട് എന്നെ അടിക്കാൻ വിടുവാണേ. എൻ്റെ അടിക്കാൻ നമുക്ക് അടിക്കാം. അവനെ എന്ന് നോക്കിയോ. ഇത് ബോസല്ലേ? അത് തന്നെ. ലൊലണ്ട പ്ലീസ് കം ടു എടാ സെൻസ്. അവൾക്ക് അവളെ കുറ്റം പറയാൻ പറ്റുള്ളൂ. അവളെ എന്തിനാ മറ്റില്ല മൈൻഡ് ഹിപ്നോട്ടൈസായിട്ടൊക്കെ ചെയ്ത് അവളവൻ വശത്താക്കി. ആ ബോളോ കുണ്ണ അവനെ ആദ്യം അടിക്കുക. ഇവളെ അടിച്ച് തോപ്പിച്ചാലേ അവൻ്റെ അടുത്ത് എത്താൻ പറ്റും. അവനെ പൊട്ടിക്കണം. നീ സൗണ്ടൊക്കെ ഉണ്ട്. സൗണ്ട് ചെക്ക് ചെയ്യാൻ പോയി. എനിക്ക് വാങ്ങാം. എടാ മോറിയെ പേടിക്കണ്ട. ചാർജ് പോടാ കുണ്ണെ നിൻ്റെ അണ്ടി. ഓ റിയലി തനിയു അലസിൽ ട്രോവിന് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിക്കാൻ വാ ഇന്ന്. എടാ ചാറ്റേ അടിക്കാം. ക്യൂവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്യൂനുമായിട്ട് ഫൈറ്റ് എടുക്കാൻ പോകുന്നു. ബോസ് ഫൈറ്റാണ്. നോക്കടാ ക്യൂനോലണ്ട. എടാ എന്താ അവളെ പവർ കിറ്റി കൂടുതലാണ് കേട്ടോ. 4 റൗണ്ട് അല്ല 3 റൗണ്ട് തന്നെ. ബാക്ക് ഓഫ് യു ആർ ഇൻ മൈ വേ.
ഓ എന്തരടി ഓ എടാ നമുക്ക് അറിയാം കേട്ടോ, സംഭവം അറിയാം. വാട്ട് വാസ് ദാറ്റ് സൗണ്ട്? അതാണ് വാൾ വീശൽ സൗണ്ട്. ആ തറയിൽ എന്തൊരു സാധനം വെച്ചേക്കണ്. സോ യു ആർ എ സ്മാർട്ട് വൺ. എടാ ഐ ആം എ സ്മാർട്ട് യു ബീച്ച് കം. ഓഹോ തല കൊടുത്ത്. ഓ എന്തോ തന്നെ വെച്ചാൽ എന്തിന് മറ്റേ ഇത് പുല്ല് കെട്ടണ സാധനം എന്തിന്? എടാ അവളെ സാധനം കൊള്ളാൻ കേട്ടോ, ഡിഫെൻസ് ചെയ്യണം വാള് കേട്ടാ. ഓ യു ആർ ഓൺ ലക്കാണ് ഈ അടി. നീ വാ, നീ ക്യൂനാണ്ടല്ലേ വാ. സെൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല. ആ സെൻസ് ഉള്ള മറ്റേ പന്നീനെ എനിക്ക് വേണം. ബോളോ അവന് വീണ്ടും ക്ലോണിൻ്റെ മറ്റേ ഇത് എടുത്തുകൊണ്ട് വരുമോ എന്തോ. അപ്പോൾ അവൻ്റെ കുണ്ണ് അവരെ ക്ലോൺ ചെയ്യണവനാണ്. ഓഹോ വാ വാ ക്യൂൻ, കമോൺ ക്യൂൻ. എടാ എന്തൊരു തറ വെച്ചേക്കണം, എന്തൊരു ബോംബാ. ഞാൻ അങ്ങോട്ട് വരൂല, ഇങ്ങോട്ട് വാ. ലീവുമായി ജ്വല്ലറി അയലോണം. ഞാൻ ഇതൊരു കച്ചവടം നടത്തണം ഇവിടെ, സ്വർണ്ണത്തിൻ്റെ ജ്വല്ലറി അയലോടുന്ന. ഇത് എന്തൊരു ജ്വല്ലറി കല്യാൺ സിൽക്സിൽ മറ്റേ സിൽക്സ് ആ സ്ഥാനത്തിൽ പോ. അതിലേ ഉള്ളൂ, നമ്മളില്ലാതെ ഇല്ലെന്നും ഇല്ല. ഓ യു വോണ്ട് അണ്ടർസ്റ്റാൻഡ്. എടാ എനിക്കറിയാം കല്യാൺ സിൽക്സിൽ മറ്റേ പൃഥ്വിരാജ് സാധനം അതല്ലേ, എനിക്കറിയാം. അണ്ടർസ്റ്റാൻഡാണ് മറ്റേ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് വീട്ടിൽ സ്വർണ്ണം വെച്ചിട്ട് എന്തിട്ട് അതല്ലേ, അതാണെന്ന് തോന്നുന്നു. അയ്യോ അത് വേറെയാണ്. എടാ എന്തായാലും ഒരു സാധനമാണ് ജ്വല്ലറി കടയിൽ. ഒയ്യോ എന്നെ അള്ളി അവള്. ഓ അതെന്തോ സാധനം. ഓ ഇപ്പം തരം നിനക്കേ. ഇടാ അതെന്തൊരു സാധനമാടാ അത്. ഏടാ അതെന്തൊരടി. അത് ഉടുക്കത്തൊരടി ഏട്ടാ. അവളെ ഐ വാസ് ക്യാരടാ. എടാ അയ്യോ അതെന്തടാ, അതെന്തൊരു അടിയടാ. എവള് നിൽക്കേ. അയ്യോ അടി കണ്ടാടാ അവളാ. ഇറത്തടിപ്പിച്ച്. സീരിയസ്ലി ഞാൻ പവർ കൊണ്ട് മാത്രം നിൽക്കണം. ഇപ്പോൾ റെസ്പെക്റ്റ് തോന്നി പോകണം നിൻ്റെ അടുത്ത്. സീരിയസ്ലി നിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു റെസ്പെക്റ്റ് തോന്നി പോകേണ്ടത്. ഈ ഫൈറ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സീരിയസ്ലി ഡബ്ല്യു. അതെന്തോ സൂപ്പർമാനാ ബാറ്റ്മാനാ ഇത്. ഓ മാറിക്കളഞ്ഞ അത്രയ്ക്ക് വിവരം വെക്ക്. ഓ ഇത് തീ ഫൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടെ. ഓ അത് നൈസായിരുന്നു. ഓ അതെന്താ ഈ ഫൈറ്റ് ഡബ്ല്യു ചാടി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടടാ. ഈ ഫൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എടാ അതെന്താണ് അവൾ അവസാനം ആ 3ാമത്തെ റൗണ്ട് എത്തിയപ്പോൾ അവൾ എന്തൊരടി തന്നെ അടിച്ചാ. ദേഹേ ഓ ലെവൽ 19 എടാ എന്തെങ്കിലും നല്ല റിവാർഡ് തരണേടാ. റെയർ ആർമർ, ഫുൾ ലൈൻഡ് ആർമർ നോക്കാം. ഇഫ് യു വി ആർ സിക്ക് വിത്ത് ദ സ്കോച്ച് യു ബി എ ഷാഡോ ബീസ്റ്റ് ആൾറെഡി ബോളോ ഡിവൈസ്ഡ് യു ഡിസീവ്ഡ് യു. വളരെ ഗുണ. ബട്ട് മാസ്റ്റർ സെഡ് ഐ കുഡ് ലീവ് ഓൺലി ബൈ വിർച്യൂ ഓഫ് ദീസ് മെക്കാനിസം. വൈ ഡിഡ് ഹി ഇൻസ്റ്റാൾ ദം? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എടാ അവനെ വിശ്വസിക്കല്ലേ. അവൻ എന്നെ എംപററിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് പൂന്തോട്ടത്തിൽ കൊണ്ടുപോയവനാണ് അവനെ വിശ്വസിക്കരുത്. അവൻ എന്നെ ജൂണിനെ മറ്റേ തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് പൂന്തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് പൂക്കളെയൊക്കെ ഇത് ജമന്തി മുല്ലേ പിച്ചയൊക്കെ കാണിച്ചു തന്നിട്ട് അവൻ പറഞ്ഞ് ഈ നമ്മൾ രാജാവിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് അവൻ സമയം കളഞ്ഞു. ആ സമയം കൊണ്ട് രാജാവിന് പ്രൊസസ്ഡ് എംപറായി മാറി. അങ്ങനെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുള്ളതാണ്. അവനെ വിശ്വസിക്കില്ല. അവൻ ക്ലോണാണ്. ക്ലോൺ. വി ആർ ലുക്കിംഗ് ഫോർ ഷാഡോ. ഹീ ക്യാൻ എലിമിനേറ്റ് ദ ഷാഡോ മൈൻഡ്. ഓ നീ ഒന്ന് പോയാണ്. നീ എല്ലാ ഉപദേശവും തരും. നീ ഒരു കുണ്ണെ ആട്ടൂല അവിടെ ഒളിച്ചിരിക്കണവനാണ്. എന്നെ അടിക്കാൻ എന്നെ വിടും. നീ ആരടാ? ഷാഡോ ഡിസപ്പിയർഡ് ലോങ്. ഹാവ് യു സീൻ ദ സ്ക്രൈപ്റ്റാ? ഷാഡോ ബിലോഡ് വൺ മേ ഇറ്റ്സ് ബറീഡ് ദെയർ. ആയിക്കോട്ടെ. മേ വാസ് സ്ലൈൻ വെൻ ഷാഡോ ബീസ്റ്റ് അറ്റാക്ക്ഡ്. ഹീ സേവ്ഡ് എവരി വൺ ബട്ട് ഹിയർ. ലേറ്റർ ഹി എൻറ്റേർഡ് ദ സ്ക്രൈപ്റ്റ് ആൻഡ് നെവർ കെയിം ബാക്ക്. ഒന്ന് പോകാൻ പറഞ്ഞവൻ്റെ അടുത്ത് ചാറ്റെ അടിക്കണം. ഹിയർ ഈസ് ദ എൻട്രൻസ് ഓഫ് സ്ക്രിപ്റ്റ്. അവിടെ അവനാണ് എനിക്ക് ബോളോനെ കിട്ടിയാൽ അത് മതി. അവനെ ഒറിജിനൽ അവനെ കിട്ടണം. ക്ലോണും പറയും കൊണ്ട് വരല്ലേ. ഷാഡോ മൈറ്റ്. നിന്നെ ഞാൻ നോക്കിയോ. ദ ഡോൾ ഈസ് റൈറ്റ്. ദ എക്സ്ട്രീംലി പവർഫുൾ ഷാഡോ അനോൺ ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ടേൺ ഓഫ് കീപ്പേഴ്സ് ഇൻ ടു അഗ്രസീവ് ഹസ്ക്. ഷാഡോ അവിടെ അടിക്കാളാ. ഷാഡോയിൽ ഏത് വലിയ തന്നെയാണെങ്കിലും അടിക്കാനുള്ള 11 കേടാ. എടാ അങ്ങോട്ട് ഫൈനൽ ബോസിനെ അടിക്കാൻ പറ്റാത്തതാണ്. ഈ ചാപ്റ്ററിലെ ഫൈനൽ ബോസിനെ അടിക്കണമെങ്കിൽ മിക്കവാറും നല്ല പാടായിരിക്കേ. ക്രിപ്റ്റ് കീപ്പർ. എടാ ബോളോരെ ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഗുണമുണ്ട് കേട്ടോ. അങ്ങോട്ട് ഇതിലെ ക്രിപ്റ്റോ എന്തൊരു സാധനമുണ്ട് കേട്ടോ. അങ്ങോട്ട് അവിടെ കീപ്പ് ചെയ്യണമാണ് കേട്ടോ. ഇത് അങ്ങോട്ട് പോയി നോക്കാം. അവനെ അടിക്കണം കേട്ടോ. ഇനി ബോളോനെ കിട്ടിയാൽ മതിയായിരുന്നു. എടാ മൈരന്മാരെൻ്റെ മുഖത്ത് ചവിട്ടി. എടാ എൻ്റെ മുഖത്ത് എന്തിനാണോ നിങ്ങൾ ചവിട്ടണം? എനിക്ക് നാളെ കല്യാണം കഴിക്കാവുള്ളൂ. നിങ്ങൾ എന്താണ് മുഖത്ത് ചവിട്ടണം? നിങ്ങൾക്ക് എന്താണ്? ഞാൻ ഒരു ആർമർ പോലും വച്ചിട്ടില്ല. എന്താണ് അവനൊക്കെ?
എടാ ഇവനെ 2 തവണ അടിച്ചാൽ പോരെ എടാ ഇവനെ 2 തവണ അടിച്ചാൽ നിന്നെ ഇപ്പം ഞാൻ നോക്കി. ഓ എടാ ഈ പന്നീനെ പെട്ടെന്ന് അങ്ങ് തീർക്കാം. അത്രേ ഉള്ളൂ അങ്ങ് എണീച്ച് വേണം. എണീക്കാതെ നിനക്ക് പേടിക്കണ്ടേ? അല്ല പിന്നെ മറ്റേ അടുത്ത കൊണച്ച പവർ ഇട്ടുണ്ടൊക്കെ ഓടണം. സൂപ്പർമാൻ്റെ തന്തയാടാ സ്പീഡിൽ ഓടാൻ. അതാ ഫ്ലാഷാ. എടാ ഈ സാധനം വീണ്ടും കിട്ടി. ഷാഡോ മൈൻഡ് ഹിയർ ഈസ് റെസ്റ്റസ് മേ ഷീ ബോട്ട് മീ ഇൻ ടു യുവർ വേൾഡ് ഫ്രം ദ ഡെസ്ട്രോയിഡ് ഗേറ്റ്സ് വിത്തൗട്ട് ഈവൻ നോയിങ് ഇറ്റ്. ഷാഡോ മൈൻഡ് പറയണേ കേട്ടോ. ഷാഡോ അറ്റാക്ക്ഡ് വെൻ റിയലൈസ് ഇറ്റ് ഐ സമൺഡ് ബീസ്റ്റ് ഇൻ ഡിഫൈൻ മേ ഷാഡോ കിൽ ദം ആൻഡ് ഹിയർ ബട്ട് നോട്ട് മീ. ഹോൾഡിംഗ് മേ breathless body in his arms, Shadow vowed to kill me, but all did was imprison me in the spare. നോക്കാൻ ചേരി നോർമലായിട്ടാ. ഈസി ഇത് നോർമലായിട്ടുണ്ട്. പാട് കൂടിയിട്ടോടെ. For several years Shadow tried to eliminate me, but nothing seems to work. He was warrior, not a scientist. The കുണ്ണയാണെങ്കിൽ ശരി. Shadow killed my minions, so the locals began to worship him, hating me so much as he did, and so the Legion was born. Alongside the legendary Shadow Sword. എടാ നോക്കാൻ ചാറ്റ്. എടാ ഷാഡോ മൈൻഡ് ഇവൻ പിന്നത്തെ കൂടെ എനിക്ക് ഇൻഫോർമേഷൻസ് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. The sword appeared belong a prince from a neighbor land. ചാറ്റ് അടിക്കാൻ ചാറ്റ്. എംപറർ സ്മാർട്ട് ചോയ്സ് എന്നാണ് കാണിക്കണം. അറിഞ്ഞുകൂടെ എത്ര വലിയ കുണ്ണയാണെന്ന് അവൻ്റെ പവർ കാണിച്ചിട്ടില്ല. ഞാൻ അവനെ അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടെ എംപറർ സ്മാർട്ട് ചോയ്സ്. അവനെ അടിക്കാൻ നൈറ്റ് വാറിയർ എന്നാണ് കാണിക്കണത്. അവനെ അടിക്കാൻ എടാ ഞാൻ എംപററായിട്ടാണ് പോകണം. യങ് എംപററായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ. മനസ്സിലായില്ലേ? ജൂണിൻ്റെ അച്ഛൻ്റെ ആ പഴയ കാലമായിട്ട് കാണിക്കുന്നു. എടാ അതിനെ കൊള്ളാം കേട്ടോ. അവളെ അച്ഛനായപ്പോൾ എന്ത് കിട്ടില്ല കഴിഞ്ഞു. ഞാൻ യങ് എംപററായടാ. ഞാൻ യങ് എംപററായി മാറി. ജൂണിൻ്റെ ഡാഡി യങ് എംപററായി മാറി ഞാൻ. ഇങ്ങനെയാണ് ഞാൻ അവരോട് രക്ഷിച്ചു. അവർ പൊസസ്ഡായി നിന്ന സമയത്ത്. എടാ ഇത് ഡബിൾ കൊള്ളാം കേട്ടോ. സാധനം കൊള്ളാം കേട്ടാ. സംഭവം കൊള്ളാം. എടാ അടിച്ച് പൊളപ്പിക്കടാ അണ്ണ രാജാവേവന. എടാ ഞാനാണ് യങ് എംപറർ. ഞാനാണ് മറ്റേ രാജ്യം ഭരിക്കണ ആള്. അടിയണ്ണ അവനെ അടിച്ചങ്ങ് പറപ്പിക്കും. നൈറ്റ് അവൻ്റെ വാളും പറയില്ല. ഒരെ പൊട്ടിച്ചിടണ്ണ. അത്രേ ഉള്ളു. ഒരടിക്കൂടാ. അത്രേ ഉള്ളു. പൊടാർക്ക ഒച്ചുകൊണ്ടേ അത്രേ ഉള്ളു. അടിച്ചിട്ടിച്ചുകൊണ്ട്. എടാ ഞാൻ യങ് എംപററായടാ. ഞാനാണ് യങ് എംപറർ കേട്ടാ. എൻ്റെ പേരാണ് യങ് എംപറർ. ഞാനാണ് രാജാവ്. മനസ്സിലായില്ലേ? യങ് എംപറർ. എടാ ലെവൽ 19 എത്താറേ ഏട്ടാ. കുറച്ചുകൂടെ ഉണ്ട്. എടാ എന്തരാ കിട്ടി? ഷാഡോ മൈൻഡ് Shadow saw that fight and the sword. He suggested that the skillful nation might figure out how to kill me. എടാ ഇവനെ കില്ല് ചെയ്യാനുള്ള കാര്യം അവൻ തന്നെ പറയണ. Shadow demands a meeting with a young princess father and asked him for help in studying in Spare. The Spare temple was built. The young prince became the first arrow, the Spare keeper and the next emperor. ഓടാ ഒരു ചരിത്രം പറയുകൊണ്ടാ കേട്ടാ. സംഭവങ്ങൾ കണ്ടാ കൊള്ളാം കേട്ടാ. സാധനം കൊള്ളാടാ. I suffered in my prison and tempted many to get freedom. All of them we are as weak as your friend Dynasty Princess. എടാ പ്രിൻസസിനെ നീ ഒന്നും പറയില്ലേ. അവൾ വീക്കായിരിക്കും, പക്ഷെ അവൾ നല്ല കൈൻഡ് ഹാർട്ടഡ് ആണ്. മനസ്സിലായി? ജൂണിനെ നീ ഒന്നും പറയില്ല. ഞാൻ ഒന്നും അല്ലായിരുന്ന സമയത്ത് എനിക്ക് എല്ലാ സഹായം ചെയ്തു. എൻ്റെ കൂടെ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരേ ഒരാൾ അവൾ മാത്രമാണ്. ആ സാർജ് തോന്നുന്ന തന്തയില്ലാത്തവനും ഇറ്റുവാ പിന്നെ ഏതൊക്കെ ഗിസ്മോ അങ്ങനെ ഏതൊക്കെ ഒരുത്തം ഉണ്ടായിരുന്നു. അവരെല്ലാം നമ്മളെ തളർത്തിക്കൊണ്ട് പോകാൻ നേരത്ത് എൻ്റെ ഒപ്പത്തിനൊപ്പം തുടക്കം തൊട്ടേ നിന്ന അവൾ ഒറ്റ ഒരുത്തി മാത്രമാണ്. മനസ്സിലായില്ലേ? അവൾ ഒറ്റ ഒരുത്തി മാത്രമാണ്. പ്രിൻസസ് മാത്രമാണ് എൻ്റെ കൂടെ നിന്ന്. അവൾ പ്രിൻസസ് ആണെന്ന് പോലും എനിക്ക് പറഞ്ഞു വരുന്നു. അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇതുവരെ വന്ന് നിൽക്കണം. അതുകൊണ്ട് നീ അവളെ വീക്കായിരിക്കും. മനസ്സിലായി? വീക്കാണ് ഞാൻ ഇവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? ഫ്രണ്ട് ഇവിടെ ഉണ്ട്. നീ കുന്നത്തന്നെ പറയല്ലേ. I was looking for a extraordinary soul could contain me like an equal with witness me. നീ വല്ല കുന്നേരെ ദേഹത്ത് നിന്ന് കയറിയിട്ട് വില്ലനായി മാറി നിന്നെ ആദ്യം പൊട്ടിക്കും. ദ സെക്കൻഡ് ആൻഡ് തേർഡ് ആരോ വേർ ആർ എംപറർ ബോഡി ഗാഡ് നേംഡ് ഗാലൻ മാസ്റ്റർ ഷിയാങ് സൂര മാസ്റ്റർ ആൻഡ് ഷാഡോ വെപ്പൺ മേക്കർ ബോളോ. ആ പൊലയാടിന് അവനെ എനിക്ക് ഉറഞ്ഞ് പിരിക്കണം. ദ സെക്കൻഡ് ആൻഡ് തേർഡ് ആരോ വേർ എംപറർ ബോഡി ഗാർഡ്. എടാ ബോഡി ഗാർഡ് ആയിരുന്നില്ലേ ഗാലനും ബോളോയും. കൊള്ളാം കേട്ടോ. I picked Galen for my purpose.
And soon an opportunity came. A thief stole and the spare. ആ സ്റ്റോറി മോഡ് പോണ പോക്കണ്ട ചേട്ടാ. ഇത് സംഭവങ്ങൾ ഇത്തിരി ഇതാണ് കേട്ടോ. കേട്ടാ എനിക്കിഷ്ടപ്പെട്ടു ഈ ഗെയിം. യങ് ഗാലൻ എടാ. ഇപ്പം ഞാൻ യങ് ഗാലനായടാ. ആ മാസ്റ്റർ ആടാ. എടാ എന്ത് എടാ. ഞാൻ ഗാലനായി. യങ് ഗാലനായി. മനസ്സിലായി. ഷിയാങ് സൂര്യ മാസ്റ്റർ. ഞാൻ 2ാം ചാപ്റ്ററിൽ അടിക്കാൻ ചെയ്തത് യങ് ഗാലനായി മാറി. അടിയണ്ണ അവനെ. എടാ ഇങ്ങനെ കിടിലോണ് കേട്ടാ. എടാ യങ് ഗാലടാ. അങ്ങേര് ഡാ ഇതെന്ത് ഗെയിം ഇത്. അടി അവനാ. സ്നാച്ചറിൻ്റെ പറി പൊട്ടിക്കുന്നു വേണ പൊട്ടീനി. എടാ ഞാനാണ് യങ് ഗാലൻ കേട്ടാ. യങ് ഗാലൻ. എടാ യങ് എംപറായി യങ് ഗാലനായി ഇപ്പം ഞാൻ. എടാ സീരിയസ്ലി ചാറ്റ് അടിയണ്ണ അവനെ. എൻ്റെ പറി പൊട്ടിയിട്ട്. എടാ ഇങ്ങനെ ഒരു അടി തന്നെ നൈസ് അല്ലേ. ഫൈറ്റിംഗ് സ്കില്ല് സ്മൂത്ത് സാധനം. ഓ എടാ ഇങ്ങനെ ഓൾഡ് വെർഷനുമായിട്ടാണ് ഞാൻ അന്ന് ഫൈറ്റ് ചെയ്തത്. അതിനുശേഷമാണ് ഷിയാങ്സു ആയിട്ട് ഇത് അടിയായത്, പ്രശ്നമായത്. കൊള്ളാം കേട്ടോടാ. എടാ ഇവൻ എന്നെയാ നോക്കിയോ. എടാ അതെന്ത് ഡബ്ല്യൂടാ. ഓ അതെന്തൊരടി. എടാ അത് കണ്ടാ. എടാ അതെന്തടിയടാ അത്. ഇവിടെ കറങ്ങി വന്ന കണ്ടാ ഇങ്ങേര്. എടാ ഇങ്ങേര് സീനാണ് കേട്ടാ. ചുമ്മാ അല്ലേട്ടാ ഇങ്ങനെ തീയടാ. ആ ഒരു കറങ്ങി വന്ന വരവുണ്ട്. അതെന്താ നിങ്ങള് എടാ ഞാനാണ് ഈ ഗാലൻ കേട്ടാ. എടാ ചുമ്മാ അല്ലാട്ടാ ഷിയാങ്സു ഇത്രയും കിടില്ല. എടാ ചുമ്മാ അല്ലാട്ടാ ഷിയാങ്സുവിന് എനിക്ക് റെസ്പെക്റ്റ് തോന്നിപ്പോയത്. ഇങ്ങനെ ഓൾഡ് വെർഷനുമായിട്ടാണ് ഞാൻ അടിച്ച. ഇങ്ങനെ ഓൾഡ് വെർഷനുമായിട്ട് അന്ന് അടിച്ചപ്പോൾ എനിക്ക് വലിയ സീൻ തോന്നിയില്ല. എന്നിട്ട് ഷിയാങ്സു ഒരു അടിച്ചപ്പോൾ കണ്ട അത്രയും കിടിലൻ ഫൈറ്റ് സ്കില്ലാണ് ഷിയാങ്സുവിനുള്ളത്. ഷിയാങ്സു യങ്ങല്ലേ. ഇവിടെ ഇങ്ങനെ യങ് വെർഷൻ എന്ത് കിടിലോടാ. എടാ സത്യം പറഞ്ഞ റെസ്പെക്ട് ബ്രോ. എടാ എനിക്ക് 2 പേരുടെ റെസ്പെക്ട് തോന്നുന്നുണ്ടേ. യങ് ഗാലൻ ഷിയാങ്സു. എടാ യങ് ഗാലൻ ബ്രോ സീരിയസ്ലി റെസ്പെക്ട്. എന്ത് സ്കില്ലടാ ഇങ്ങേര്. സ്കില്ലെണ്ണ നിങ്ങൾ കിടില. സ്കിൽ ബ്രോ സ്കിൽ. എടാ എന്തൊക്കെ എന്തൊക്കെ തന്നേ. Shadow mind. Galen was shocked by the shadow power I granted him, promised him even more if he break the spare, but he refused. ആ സ്പെയർ ബ്രേക്ക് ചെയ്യലെന്നാണ് പറഞ്ഞ. പക്ഷെ അങ്ങനെ പൊട്ടിച്ചടാ. There same night Galen told me the emperor that shadow was wrong and it couldn't be wise to kill me. Galen instead that my powers might serve the people and the arrow should keep me safe in spare any cost. My last hope was Bolo, the third arrow. എടാ ബോളോനെ നീ വിശ്വസിച്ച് പോയല്ലേ. നോക്കാട്ടാ ബോളോനെ ഞാൻ അങ്ങനെ വിശ്വസിക്കാമല്ലോടാ ചാറ്റ്. ബോളോ ന്യൂ ഹിസ് സ്പിരിറ്റ് വാസൻ ഫിറ്റ് ടു മെർജ് വിത്ത് മീ. കറക്റ്റാണ്. ഇവൻ്റെ ആ പവറിനോട് ചേരാനുള്ള ഒരു സാധനമില്ല. മറ്റേ വേനം വല്ല കുന്നേര ദേഹത്ത് നിന്ന് കയറിയ സീനാവൂലേ. മറ്റേ വേനം സിനിമ കാണിക്കൂലേ. കറക്റ്റ് ആളടുത്ത് മറ്റേ ഹാഡി അവൻ്റെ ദേഹത്ത് കയറിയപ്പോഴല്ലേ കറക്റ്റ് ഇതായത്. അതേപോലെയാണ് ഇവൻ്റെ കാര്യം. ബോളോ അവന് പറ്റിയ ആളല്ല. പക്ഷേ അവൻ്റെ ദേഹത്ത് കയറി. പക്ഷേ സ്റ്റിൽ വാണ്ട് മൈ പവർ ആൻഡ് നോളജ്. എന്തായാലും നോക്കാടാ. പക്ഷേ ബോളോയ്ക്ക് അവൻ്റെ പവർ കാണണ്ടാ. ബോളോ സ്റ്റാക്കഡ് ഷാഡോ ടു ഫൈൻഡ് ദ സോഴ്സ് ഓഫ് ഇറ്റ്സ് പവർ. കോസ് ഷാഡോ വാസ് ദ ഓൺലി മാച്ച് ടു ഫ്യൂസ് വിത്ത് മീ. Shadow used to visit the crypt to mourn May. When Bolo came here, he found her grave juicy with the shadow energy. And then the spotted weird-looking stranger who was trying to flee. തോന്നുന്നു എടാ ഹാർഡാണ്. പോയി അടിച്ച് നോക്കാടാ. ആരായിട്ടാണ് വരാൻ പോണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ചാറ്റ് ലെറ്റ്സ് ഗോ. ബോളോ സ്മാർട്ട് ചോയ്സ്. എടാ യങ് ബോളോടാ. ഞാൻ യങ് ബോളോ ആടാ. ബോളോ ആടാ ഞാൻ. പക്ഷേ ബോളോ എനിക്ക് അത്ര വിശ്വാസമില്ലാത്ത ഒരുത്തനാണ്ട്രാ. ബോളോ ഞാൻ അത്രയ്ക്ക് ഒരു ഇതില്ല. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ബോളോ ആയിട്ടാണ്ട്രാ. എടാ പവർ ഇല്ലടാ. എടാ ബോളോ കൊള്ളാം കേട്ടോ. സ്കില്ല് എടാ 3 പേര് സ്കില്ല് കണ്ടാ ചേട്ടേ. വെറൈറ്റി സാധനോടാ. എടാ ഇവൻ്റെ ഇരിക്കുന്ന വാൾ എന്തൊരു കിടിലൻ വാളറാ. ഈ സ്ട്രേഞ്ചറിൻ്റെ ഇരിക്കുന്ന വാള്. ഓ പവർ കയറി കുണയ്ക്കാനായിട്ട്. എടാ ഈ മറ്റേടത്ത മോൻ എന്നെ അടിച്ചടാ. എടാ അവൻ എന്നെ അടിച്ച്. എടാ ഞാൻ യങ് ബോളോ ആയിട്ട് എന്നെ അടിച്ചടാ അവൻ. എടാ നോക്കാം. അടിക്കാൻ ശ്രമിക്കാം. 2 റൗണ്ട് മതിയാടാ. അതാണ് ചുമ്മാ അല്ല കേട്ടോ. 2 റൗണ്ട് മതി. നോക്കാമേ പാടാണ്. എടാ ഇവൻ്റെ ഇരിക്കുന്ന വാള് ഭയങ്കര നീളമുണ്ട്. അപ്പം ലോങ്ങിന്ന് ഇത് അടിക്കാം. മനസ്സിലായില്ല. അതാണ് പ്രശ്നം പറഞ്ഞ. ഓ അവനടി. അവൻ്റെ വാള് പോയി നന്നായി. നന്നായിടാ.
എടാ അവൻ്റെ വാളുള്ളപ്പോഴാണ് അവന് പവർ കയറണം. എടാ പവർ എടാ അവന് പവർ കയറുവാണേ, ഇറങ്ങി അടി അവനെ. എടാ അവന് പവർ കയറിയടാ, സീനാവും എന്തോട്ടാ. എടാ പൂമ്പിയേട്ടാ, എടാ അടുത്ത് വന്നിട്ട് വീണുവാടാ. അടുത്ത് വന്നിട്ടാണ് ഞാൻ വീണുപോയി. അടുത്ത് വന്നിട്ടാ, തൊട്ടടുത്ത് വന്നിട്ട് ഞാൻ വീണുപോയി. Volo wasn't 100 by questions. He felt determination to get the answers. Okay. അടുത്ത് വന്നിട്ട് ഞാൻ വീണുപോയടാ. ഫൈറ്റ് റൂൾസ്, ഫൈറ്റ് ആസ് പോളോ. എടാ ഇത് ഞാൻ വെളിയിൽ പോയി പവർ കയറ്റിയാൽ എൻ്റെ പവറിലല്ലേ, ബോളോയുടെ പവറിൽ ഒരു നിശ്ചിത പവറിലേ കാണിക്കൂ. ഓക്കെ നോക്കാമേ. എടാ അടിക്കാം എടാ അവനെനിക്ക് അടിക്കണോടാ ചേര്. ഷിബിൽ ഹലോ ഷിബിൽ ഹലോ, എനിക്ക് അവൻ അടിക്കണം. എടാ നിന്നെ നോക്കിയോ. എടാ എൻ്റെ വാള് കളഞ്ഞാ. എടാ ഇവൻ്റെ വാളെങ്ങനെ അടിച്ച് കളയാൻ പറ്റിയിരുന്നേ. വാളിന് ഭയങ്കര പവർ കേട്ടാ. ഓ അതെന്താ അടിയടാ അത്. എടാ കുറച്ച് കൊടുത്താൽ മതിയേ. ഓ ഭാഗ്യോടാ, നല്ലൊരു ഇടി കൊടുത്തപ്പോൾ വീണ്. അത് നല്ല പവർ പഞ്ചായിരുന്നു കേട്ടാ, ഷിബിലെ FF ലൈവ് കുറച്ച് കഴിഞ്ഞ് കാണൂടാ. FF ലൈവ് ഇന്ന് കാണുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നാളെ എന്തായാലും ഞാൻ വന്നിരിക്കും. എനിക്ക് കുറച്ച് ബിസി ആയിപ്പോയി, ഓണമൊക്കെ അല്ലേ, നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി. പക്ഷേ അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ വന്നിപ്പോൾ ഈ ലൈവ് ഇട്ടത്. FF ലൈവ് ഞാൻ നാളെ വന്നിടാം. അവിടെ നാളെ പ്രോപ്പറായിട്ട് ഇടാടാ. ഞാൻ മടിയല്ലടാ, കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ്. മടിയൊന്നുമല്ല, ബിസി ആയിപ്പോയി. എടാ ബാക്കൊന്നും അടിക്കല്ലേ റീസൺ. എടാ എന്താണ് മൈ അടി അടുത്ത് കൊണ്ടവൻ അടിക്കണം കേട്ടാ. ഓ പന്നീരെ മോൻ ഇത്രയും പവർ. ഓ എന്താടാ ഇവന്മാർ നല്ല സ്കില്ല് കേട്ടാ. ഓ അതെന്തടി, അത് നൈസായിരുന്നു കേട്ടാ, കറങ്ങിയൊക്കെ ചാടുവായി. ഡേയ് ബോളോ എവിടെ ഇവന്മാരെല്ലാം ലെജൻഡ് കേട്ടാ. സത്യം പറഞ്ഞില്ല എനിക്ക് ഒരു നിമിഷം റെസ്പെക്റ്റ് തോന്നി പോണം അവൻ്റെ അടുത്ത്. ഓ എടാ പട്ടീരമോൻ പവർ. ജസ്റ്റിന് അവൻ്റെ എന്നാ വാള് പോയതാണ്. പക്ഷേ പറ്റിയില്ലറാ, ജസ്റ്റിന് ഇതായാണ് അപ്പോഴത്തേക്ക്. നോക്കട്ടെ ഓ മറ്റേടത്ത് അടിച്ചു പോയി. കൊടുക്ക ഓ അവന് കൊടു അത്ര ഉള്ള അവന് വീഴ്ത്താൻ പറ്റും. അവൻ അടിച്ചിട്ടാ. എങ്ങനെയൊക്കെ അവൻ അടിച്ചിട്ടാ. ഷിബിൽ ഓക്കേടാ ഓക്കെ അത്രയേ ഉള്ളൂ. ഓക്കേടാ ഷിബിൽ ഓക്കെ. എടാ ലെവൽ 19 ആവറായ എനിക്ക് പറ്റൂന്നേ വിശ്വസിക്കാനുണ്ട്. നോക്കാടാ, അത്രയും പറഞ്ഞോളെ. The grave turned be portal through time. Shadow lost his interest in Spire when he learned of the portal. Shadow went through the portal to the future to find a way to reconstruct May. Also, he found something more than that. Okay, I got it. Shadow went to the world of disconstruction. He wanted to create another reality where May would be alive and will. Correct. അവൻ ക്ലോണൊക്കെ ഉണ്ടാക്കി പോയനാണ്. അവന് വിശ്വസിക്കാൻ പറ്റൂല. ഈ കളക്ട് ചെയ്തോട്ടെ. ഫൈനലായില്ലടാ, ഈ ചാപ്റ്റർ ഫൈനലാണെന്നാണ് കേട്ടോ. ഫൈനലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫൈനൽ ഫൈറ്റ് ആയിരിക്കും. ഷാഡോ കിൽഡ് മേ വിത്ത് ഹിസ് ഓൺ ഹാൻഡ്സ് ആൻഡ് ഹീ ബ്ലെയിംസ് മീ ഫോർ ദാറ്റ്. ഇഫ് ഹീ വുഡ് അഡ്മിറ്റ് ഹിസ് ഫോൾട്ട് ആൻഡ് അക്സെപ്റ്റ് മീ ഹീ വുഡ് ബിക്കം ഗോഡ് ലൈക്ക്. എടാ സത്യോടെ ഇവൻ ഹീ വുഡ് ഈവൻ ബ്രിങ് മേ ബാക്ക് ടു ലൈഫ്. എവരിവൺ വുഡ് ലവ് വിൽ ഡൈ ബിക്കോസ് ഷാഡോസ് സെൽഫിനെസ്. ബട്ട് ഐ നോ ദ വേ ടു സ്റ്റോപ്പ് ഹിം. വി ചേസ് ഹിം ഓൺ ദ ഫ്യൂച്ചർ. ഇവനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇവ ഇത്തിരി വില്ലനും കൂടെയാണ്. ബട്ട് ദ പോർട്ടൽ വിൽ കിൽ യു ഇഫ് യു ഡോണ്ട് മെർജ്. ആർ യു ദ വൺ ഐ നീഡ് ഡിഫീറ്റ് മീ ആൻഡ് ഐ വിൽ ഗൈഡ് യു ത്രൂ ടൈം. എടാ ഇവനെ ഇപ്പം ഞാൻ അടിച്ചിട്ട നമ്മൾ രണ്ടും മെർജാവും. എവനുമായിട്ട് ആയില്ലേ, മെർജായില്ല, അതേപോലെ എവനുമായിട്ട് മെർജാവും. എവനുമായിട്ട് മെർജായ ബോളോനെ പിടിക്കാൻ പറ്റും. ബോളോനെ കൈ കിട്ടിയാലേ കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റും. ബോളോനെ അങ്ങനെയും തടയണം. അവൻ പല റിയാലിറ്റി ഉണ്ടാക്കി പോകാനാണ്. അതുകൊണ്ട് ബോളോനെ പിടിച്ചെടുക്കണം.
ഷാഡോ ആയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്ത് ജയിക്കണം ചാറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലേ എനിക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റിയാൽ മാത്രമേ അവൻ എൻ്റെ ദേഹത്ത് കയറിയ ആ ഒരു പവർ സെറ്റാക്കാൻ പറ്റുന്ന ഒരു കിട്ടൂ. അതുകൊണ്ട് എന്ത് വില കൊടുത്ത് അവൻ അടിച്ചിട്ടേ പറ്റൂ. അവനെ അടിച്ചിട്ട് ഞാൻ പാടാം. നിന്നെ എടാ അവന് 11K ആണ് അവൻ്റെ പവർ. 11K. എടാ ഇവനെ അടിച്ചിടണം അത്ര. നോക്കട്ടെ, ഷാഡോ ഫൈനൽ ബോസാണേ. ഓ ഷാഡോ മൈൻഡ്. എടാ ഷാഡോ മൈൻഡുമായിട്ട് 3 റൗണ്ടാണ്. പൊന്നൊരു തീയായിരിക്കും കേട്ടോ. ആർ യു സ്ട്രോങ്ങർ ദാൻ ഷാഡോ? ഓ ഇവനെ അടിച്ചിടാൻ നല്ല. എടാ അവൻ്റെ പവർ കണ്ട. ഇതെന്ത്. ഓ എടാ ഇവൻ ഡാസ് ഇറ്റ് ഹർട്സ്. എടാ ഇവനെ അടിച്ചിട്ടില്ല. എടാ അവൻ എന്തോന്നാവോ. ഓ അതെന്തോന്ന് ഡാ. എടാ ഇവൻ്റെ ദൈവോ. എടാ അവൻ മോളിൽ. എടാ ഇവ എന്താ അടിയടാ എന്നെ അടിക്കണ. സീരിയസ്ലി ചേട്ടാ എന്താടാ ഇത്. എന്ത് ഗെയിമടാ ഇത്. ഓ അവൻ അവിടെ അത് കിടിലായിരുന്നു കേട്ടോ. അവൻ അറിഞ്ഞങ്ങ് കയറ്റി കൊടുത്തു. ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട്. ഓ അത് നൈസായിരുന്നു. പൊളപ്പിച്ച അവനാ. എടാ കിടില ഫൈറ്റ് ആയിരിക്കും കേട്ടോ ഇത്. അവൻ എടാ ഷോഡോ എന്ത് കിടിലോടാ അവൻ. കിടില അവൻ്റെ ആ പവർ കണ്ടാ. എടാ ഇവനായിട്ട് മെർജ് ചെയ്യാൻ പറ്റിയ ബോളോനെ സുഖമായിട്ട് അടിക്കാൻ പറ്റും. എനിക്ക് ഗോഡ് ലെവൽ പവർ എനിക്ക് കിട്ടും. പക്ഷെ അവനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും പറ്റൂല. എടാ അവൻ എടാ ശ്രദ്ധിക്കട്ടെ. ഇത് കിടില പവർ എനിക്ക് ഇഷ്ടപ്പെട്ടാ. ഓ അവനെ കിട്ടും എനിക്ക് പറ്റും. ദാറ്റ് വൺ വാസ് ഗുഡ്. എടാ എടാ ഇവിടുന്ന് മാറി കിട്ടും. ഓ അതെന്ത് പവർ. ഓ എടാ അവൻ ബഹിരാകാശത്ത്. എടാ ആകാശത്ത് കയറുന്ന അടിക്കാൻ ട്രെയിനാ. എടാ എൻ്റെ പവറടാ. ഓ അടിക്കാൻ പറ്റും എനിക്ക് അവനെ. ആ നല്ല കൊടുത്തവന്. എടാ ആകാശത്ത് എറിഞ്ഞ. ഓ ഓ എടാ എന്നെ ആകാശത്തിട്ട് അടിച്ച്. എടാ വലിച്ചു മാറിയിട്ട് അടിച്ചെന്നാ. എടാ എടാ ആകാശത്ത് കയറ്റി അടിച്ചടാ എന്നെ മൈ. എടാ അതെന്ത് അടിയടാ എന്നെ അടിച്ചാ. എന്ത് അടിയടാ എന്നെ അടിച്ചാ മൈ. എന്ത് അടിയടാ എന്നെ അടിച്ചാ മൈ. എടാ ആകാശത്ത് എടുത്തിട്ട് അടിച്ചടാ എന്നെ മൈ. ആകാശത്ത് എടുത്തിട്ട് അടിച്ചവ എന്നെ. യു ആർ സ്പെഷ്യലാ. ഐ നോ ബ്രോ. എടാ ഇവൻ ഭയങ്കര കിടിലം കേട്ടാ. ഇവനെ എൻ്റെ കൂടെ എനിക്ക് ഒരു സപ്പോർട്ട് കിട്ടിയ ഞാൻ ജയിക്കും. ഓ അത് കിടിലമായിരുന്നു കേട്ടോ. ഇത് കിടിലം പവർ എനിക്ക് ഇഷ്ടപ്പെട്ടു. എടാ ഇവ ആകാശത്ത് പോകണേണ്ട അവന് കിട്ടൂല കേട്ടോ. ആകാശത്ത് പോയാൽ എനിക്ക് അവനെ അടിക്കാൻ പറ്റൂല. ഓ മാറിക്ക്. ഓ പവർ എന്ത് പവറാ അവൻ്റെ. ഓ എന്നെ വാരി പറഞ്ഞിട്ട് അടിക്കണ്ടാ. എടാ എനിക്ക് അവനെ കിട്ടല്ലടാ. അടിക്കാൻ പറ്റല്ലടാ എനിക്ക് അവന്. ഓ കുറച്ചുകൂടെ. ജയിച്ചാ ഞാൻ. ജയിച്ചാ ഞാൻ. ജയിച്ചു. ഓടാ അവനെ അവസാനം. എടാ അവൻ എന്ത് കിടിലോടാ. അവൻ എന്ത് ഗോഡ് ലെവൽ പവറാ അവന്. അവനെ ഞാൻ അടിച്ചടാ. W chat. ഓ സീരിയസ്ലി എന്ത് പവർ അവന്. എടാ അവൻ കണ്ട ആകാശത്തൊക്കെ എടുത്തിട്ട് തന്നെ അടിച്ച്. അവൻ്റെ ഞാൻ ജസ്റ്റ് പവർ കുറച്ചൊക്കെ ഉള്ളതുകൊണ്ടാണ് പിടിച്ചിരിക്കാൻ പറ്റിയ. ഷോ അതൊരു അമ്മാതിരി അടിയാടാ. എടാ എന്തിനാ കിട്ടി ഏട്ടാ. എടാ എന്തൊക്കെയാ കിട്ടി. എന്തിനാ കഴിക്കുന്നില്ലടാ. ഷാഡോ ആയിട്ട് ഞാൻ മെർജായെന്തോ ആയി കാണും. ഷാഡോ മൈൻഡ് ആസ് ദ ട്രസ്റ്റ് ഷാഡോ ബ്ലഡ് യു ട്രാൻസ്കേപ്ഡ് ഹിം. ഗോ ഹെഡ് യു ആർ സേഫ് വൈൽ ഐ എം വിത്ത് യു. സ്റ്റെപ്പ് ഇൻ ടു ദ പോർട്ടൽ. ഓക്കെ ബ്രോ. ടുഗദർ വീൽ സ്റ്റോപ്പ് ഷാഡോ ആൻഡ് സേവ് യുവർ വേൾഡ്. കറക്റ്റാണ്. ഷാഡോവിനെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ബോളോയിനെയും കുറച്ചൊക്കെ സ്റ്റോപ്പ് ചെയ്യണോ. അവൻ ഇത്തിരി ശരിയല്ല. ഓക്കെ അടുത്ത ഷാഡോ അഡീഷണൽ 51 MB ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ചാറ്റെ. പുതിയ ചാപ്റ്റർ ചാറ്റ്. എടാ ഞാൻ NBA കളിക്കാൻ വിളിച്ച് വന്ന് ഞാൻ ഇത്. എടാ അവൻ കിടി തന്നെ കേട്ടാ. ഗാലൻ്റെ ഫൈറ്റും ഈ ഫൈനൽ ഷാഡോ ഫൈറ്റും W. എടാ എന്താടാ ഇത്. അവൻ എന്ത് പവർ അവൻ്റെ. എൻ്റെ പൊന്നു. ഡൗൺലോഡായ പെട്ടെന്ന് ലോഡ് ആവിച്ചാറ്റേ. പെട്ടെന്ന് ലോഡാവട്ടെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നേരത്തെ ആ ഫൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ന്യൂ ചാപ്റ്റർ ചാറ്റ്, ന്യൂ ചാപ്റ്റർ പർച്ചേസും കൊണ്ട പോടാ. ചാപ്റ്റർ വി അല്ല 7 പാർട്ട് 1. ഇത് പാർട്ട് 1 എന്ത് സിനിമയെ? ഇതെന്ത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം പോലെ പാർട്ട് 1 പാർട്ട് 2 ഇൻഫിനിറ്റി പാർട്ട് എന്ത് സംഭവം നടക്കണം ഇവിടെ? എടാ എന്തൊക്കെ കിട്ടി കേട്ടോ, ഒന്ന് പോയി നോക്കിയോട്ടെ എന്തൊക്കെ ആയി തോന്നടാ. എടാ ഇത് നല്ല വണ്ടില്ല, ഇതെല്ലാം മറ്റേ ബാഗ് ചെയ്യില്ല കൂടാ. $4000 കൊണ്ട് ഇത് അപ്ഗ്രേഡ് ചെയ്യണോ? എടാ ഇതിൻ്റെ ഹെൽമെറ്റ് എവിടെടാ? ഇതിൻ്റെ ഹെൽമെറ്റ് എനിക്ക് ഉണ്ടായിരുന്നേ. ഇതിൻ്റെ ഹെൽമെറ്റ് ഞാൻ നോക്കിയോടാ ചേട്ടേ. ഇതല്ല ഇതൊന്നും എടുക്കാൻ നോക്കിയോട്ടെ. ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ഒരുപാട് ഇതെനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇത് അപ്ഡേറ്റ് ചെയ്ത് എടുക്കാൻ പാടാണ് മിക്കവാറും. ഇത് അപ്ഡേറ്റ് ചെയ്യണോ? ശരി, ഇത് വേണോ എന്നാൽ മറ്റേ വേണോ? ഇത് കിടക്കട്ടെ എടാ, ഇത് കിടക്കട്ടെ. അല്ല ഇതിൽ ഇത്തിരി കൂടെ നല്ല ഉണ്ടോ? അതാണ്ട് ഇതിൽ ഈ സാധനം വയ്ക്കാം വേണ്ട. ഇതിവിടെ ഇല്ലേ? വയ്ക്കത്തില്ലേ? ഇല്ല വയ്ക്കത്തില്ലല്ലേ? ഓക്കെ വയ്ക്കത്തില്ല. വേണ്ട, ഇതാണ് ആദ്യത്തെ ബണ്ടിൽ. ഒന്നുമില്ലായ്മയെന്ന് പോകുന്ന വേണ്ട, ഒന്നുമില്ലായ്മയെന്ന് എവിടെ എത്തിക്കണം വേണ്ട. എക്യുപ്പ് ചെയ്ത് ചാറ്റ് അപ്ഡേറ്റ് ചെയ്യണേ. അപ്ഡേറ്റ് ചെയ്യട്ടെ. 4104 അപ്ഡേറ്റ് ചെയ്യട്ടെ. എന്നാലും വലിയ മാറ്റമൊന്നുമില്ല. എന്നാലും എൻ്റെ അടുത്തെത്തിയല്ല, അത് മതി. പുതിയ വാള് കിട്ടിയൊന്ന് എടുത്ത് നോക്കട്ടെ. ഇത് കൊള്ളാമോ എന്തോടാ, വച്ച് നോക്കട്ടെ. അപ്ഡേറ്റ് ചെയ്യട്ടെ. എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വന്നു. എന്തിനാ കിട്ടി ചേട്ടാ? അപ്ഡേറ്റ് ചെയ്യട്ടെ. എടാ എന്തിനാ സാധനം ഡബിൾ കേട്ടാ? ഞാൻ കുറേ അപ്ഡേറ്റ് ചെയ്തടാ. അപ്ഡേറ്റ് ചെയ്ത് സാധനം കൊള്ളാം കേട്ടാ. ത്രോയിങ് നൈഫാണ്ട്രാ. ഇത് വേണം. ഇത് അപ്ഡേറ്റ് ചെയ്യണം. പൈസ ഇരിക്കട്ടെ. ഓക്കെ, ആവശ്യം വരും. വലിയ വ്യത്യാസമില്ല. അപ്പോൾ ഇത് തന്നെ ഇരിക്കട്ടെ. വലിയ വ്യത്യാസമില്ല. 12679 പോയിന്റ് അല്ലേ? ബൂസ്റ്റർ പാക്ക് മാരത്തോൺ റിവാർഡ് അച്ചീവ്. എന്തിനാണ് സാധനം? യു ക്ലോസ് ഓഫർ യു വോണ്ട് ഏബിൾ ടു യൂസ് ഇറ്റ് എവർ യു ആർ ഷുവർ വാണ്ട് ക്ലോസ് ഓഫർ ക്ലോസ് ചെയ്യണം. ആർക്കാ ക്ലെയിം റിവാർഡ്? എന്തൊക്കെ കിട്ടിച്ചാൽ എന്തൊക്കെ നല്ല റിവാർഡ് കിട്ടിയേട്ടാ. എന്തൊക്കെ നല്ല 23K. 23K കിട്ടിയേട്ടാ. ക്ലെയിം റിവാർഡ് എന്തിനാ ക്ലെയിം ചെയ്യട്ടെ? 100 കോയിനാ. ഇതെന്തൊരു സാധനം? എടാ നല്ല വല്ലതും തരണേടാ. എടാ അപ്ഡേറ്റ് ചെയ്തോ വേസ്റ്റ് ആയി പോകാൻ എന്തോ ഇല്ലായിരിക്കില്ല. അങ്ങനെയൊന്നും ആയിരിക്കൂലേ. അതൊക്കെ എന്തോന്നടാ. ക്ലെയിം ചെയ്യട്ടെ, എല്ലാം ക്ലെയിം ചെയ്യട്ടെ. നല്ല രീതിയിൽ പൈസ കിട്ടിയേ. എടാ ഞാൻ പണക്കാരനായി. ഇതിൻ്റെ അകത്ത് ഞാൻ പണക്കാരനായേ. എന്തൊക്കെ കിട്ടണ്ടാ. ഇതെന്തൊരു സാധനോടാ? ആർമർ. ഒരുപാട് ഐറ്റം കിട്ടിയേട്ടാ. ഒരുപാട് ഐറ്റം കിട്ടിയേ. ക്ലെയിം റിവാർഡ്. എടാ ഇതെന്തോടാ എനിക്ക് എന്ത് കിട്ടില്ലോ? ആർമറൊക്കെ താഴെ കിടക്കണം. ഇവിടെ പോയി നോക്കട്ടെ. ഇവിടെ വല്ലതും ഉണ്ടാ? 349. ഇതാ എൻ്റെ പൊന്നെ. ഇതിരിക്കട്ടെ. ആവശ്യം വരും. ഇത് ക്ലെയിം ചെയ്യട്ടെ. ക്ലെയിം ആണല്ലോ. പിന്നെ എന്ത് ക്ലെയിം ചെയ്യേ? ഒരു ചാവി പോട്ട്. ചാവിയുടെ എവിടെ? എടാ ക്യാരക്ടറിന് എന്തിനാ കിട്ടി? എടാ എന്തോരം റിവാർഡാണ് നീ കിട്ടണ? എല്ലാം ക്ലെയിം ചെയ്യട്ടാ. 25 ജെമ്മുമായി.
നല്ല റിവാർഡ് കിട്ടും. നല്ല രീതി കിട്ടുവാണേ ചാറ്റ്, നല്ല രീതി കിട്ടുവാണേ, നല്ല രീതി കിട്ടുവാണേ. ഓ ജൂണിന് എന്താ കിട്ടിയടാ? സ്റ്റോറേജ് സാധനം ഇനി കേട്ടാ, ക്ലെയിം ചെയ്തിട്ട്. അടുത്ത ഇതാര് ഇത് മറ്റില്ലാമേ, ഒരു കപ്പൽ വെച്ച് അടിച്ചവനെ ആക്കുന്ന. ഓ ലെറ്റ്സ് ഗോ ചാർ. എന്തിനാ എടാ എന്തോരം ജമ്മടാ കിട്ടണേ ഇപ്പത്തെ, അത്ര 500 അടുപ്പിച്ചായല്ല. ഇത് മറ്റില്ല അവള് എന്തൊരു ഇവളെ പേര് വിട്ടോയില്ല. നോക്കാം. കീബോ ആ ഒരു ഏതൊരു ഫൈനൽ ബോസ് ആയിരുന്നു ഇവള്. ഇവിടത്തെ സാർജ് കൊണ്ടാടി പോയി. അവൻ എന്തിനാ അത് കല്ലൊക്കെ. ഓഹോ ഗിസ്മോ ആ പണ്ടത്തെ ഇവൻ തന്നെ പണ്ടത്തെ ഒരു കുണ്ണ. ബുള്ളി ചെയ്യാൻ വന്നെയാണ്, കുണ്ണ പൊട്ടിച്ചു വിട്ട്. ഓ ഇവൻ ഷിയാങ്സു. ഇവിടെ ഈ ഷിയാങ്സു ആളാകെ മാറിക്കോടാ, ലുക്കേ വ്യത്യാസം ഭയങ്കര. 600 കോയിനടാ, 600 കോയിനൊന്നും 600 ജെമ്മ്. 600 ജെമ്മ് ചാറ്റ് എന്ത് പറയട്ടെന്നാണ്. ഈ ഇത് കിട്ടില്ല കേട്ടോ. ആ ഫൈറ്റും സീൻ, ആ റിവാർഡ്സും സീൻ. എനിക്ക് സ്റ്റോറിയിൽ എന്താ കിട്ടില്ല. ഓക്കെ ലീജിയൻ ആണ് ഫസ്റ്റ് ചാപ്റ്റർ. ഡൈനാസ്റ്റി, ഹേൾസ്, കോൺസിക്വൻസ്, ഷാഡോ ഐസ്ലാൻഡ്. അതാണ് കണ്ട ദ ഹാർട്ട് ഓഫ് ലീജിയൻ, ഫോർജ്ഡ് പാസ്റ്റ് ഫ്യൂച്ചർ. അതാണ് ഇനി കളിക്കാനുള്ളത് കേട്ടോ. ക്ലെയിം ചെയ്തോട്ടാ. എടാ അന്നപ്പം ഞാൻ ക്ലെയിം ചെയ്തില്ലായിരുന്നു. ക്ലെയിം ചെയ്യാനുള്ളതൊക്കെ ഒന്നും അറിയാൻ വയ്യല്ലോ. അടുത്ത ഇത് ക്ലെയിം ചെയ്തിട്ട് ക്ലെയിം ആൾ റിവാർഡ്. എന്തിനൊക്കെ തരണ്ട. നല്ല റിവാർഡ് തരണം ചാറ്റ്, നല്ല റിവാർഡ് തരണം. പക്ക ഐറ്റങ്ങൾ ഇതൊക്കെ അപ്പം ഭയങ്കര പവറായിരുന്നു. ഇപ്പം ഞാൻ പവർ കൂട്ടിയപ്പോഴാണ് കുറച്ച് പവർ കുറവുള്ളതായിട്ട് പറഞ്ഞത്. ഇതൊക്കെ നീ കുറച്ചുകൂടെ മുന്നേ കിട്ടേണ്ടായിരുന്നു തോന്നുന്നു കേട്ടാ. ഇനി ഈ ചാപ്റ്ററാണ് ഞാൻ കളിക്കാനുള്ളത്. Then 10 years have passed since I stepped through the time portal. Everything has changed, only I am still the same. 10 വർഷങ്ങൾക്ക് ശേഷോടാ, 10 വർഷങ്ങൾക്ക് ശേഷം. വാട്ട് ബ്രോ എടാ, വാട്ട്സ് ഗോയിങ് ഓൺ ബ്രോ? എടാ ഇത് പിന്നെ നോക്കാമേ. ആ കീരവിടെ നോക്കട്ടെ, കീരവിടെ പോട്ടെ. നല്ല വല്ലതും കിട്ടുമെന്തോ. എന്തരാ കിട്ടിയടാ? നല്ല എന്തരാ കിട്ടണം തോന്നുന്നു. ചാറ്റ് പവറൊക്കെ പറ കയറിക്കൊണ്ടിരിക്കണം ചാറ്റ്. സീരിയസ്ലി ചാറ്റ് പവർ നല്ല രീതിക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നൊരു 3 കാർഡിൻ്റെ അത് കെപ്പ് ചെയ്ത് താഴോട്ടുള്ള ഇതാ കണ്ടാടാ നിങ്ങൾ. താഴോട്ടുള്ളത് കണ്ടാടാ ചാറ്റ്. എന്ത് W ഇതൊക്കെയാണെന്നാണ് താഴെ കിടക്കണത്. ഈ ബണ്ടിൽ കുഴപ്പമില്ല, അത്ര കുഴപ്പമില്ലെന്നേ പറയാനുള്ളൂ. അത്ര മാസമായിട്ടൊന്നുമല്ല. ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. ഇതല്ലല്ല വാള്. ഇത് കിടക്കട്ടെ. ഇതെന്തിനാ ഷോട്ട് തോക്കൊക്കെ കൊണ്ടാടാ അതിൻ്റെ അകത്ത്. തോക്കൊക്കെ കൊണ്ട് കേട്ടാ എന്ത് ഗെയിമെന്നാണിത്. $12,729 പവറാണ് എനിക്ക് പൊള്ളച്ചേ. 12,700. ഇവിടെ ക്ലെയിം ചെയ്തോട്ടെ.
ചാറ്റ് പുതിയ ചാപ്റ്ററാ ഇവിടെ എന്ത് നടക്കണേന്നാണ്. ഇതൊക്കെ വലിയ റിവാർഡായിരിക്കൂല. അവസാനം കിട്ടിയ സാധനം തോന്നുന്നു. എൻ്റെ റിവാർഡ് അച്ചീവ് ഇടണല്ലോ. എന്തൊരു സാധനം അച്ചീവ് ഇടാടാ. സ്പെഷ്യൽ ഓഫറാണ്. ഇത് മാത്രം കാണിക്കല്ലേ. ഇത് വേണ്ട. ഇവിടെ എന്തൊക്കെ എവിടെയൊക്കെ അച്ചീവ് ആയെന്നടാ. ഓ 30 കീ കിട്ടി. നൈസ്. ഓ കീ തുറക്കട്ടെ. 30 കീയാടാ. അത് നൈസല്ലേ. 30 കീയാടാ. ഇഷ്ടം പോലെ റിവാർഡ് ചാറ്റ്. ഇഷ്ടം പോലെ റിവാർഡ് വാരി കോരി കിട്ടിക്കൊണ്ടിരിക്കണം ചാറ്റ്. സീരിയസ്ലി ചാറ്റ്. സീരിയസ്ലി ബ്രോ. എടാ ഇത് മാറാറില്ലടാ. എടാ ഇത് മാത്രം മാറാനില്ല. ലോബി സെറ്റിങ്സും കൂടെ കിട്ടിയിരുന്നേ ചേട്ടാ. ലെവൽ 19 ഞാൻ ഇപ്പോൾ മനസ്സിലായി. ലെവൽ 19 ചാപ്റ്റർ 7 പാർട്ട് 1 ആണ് നിൽക്കണം. ചാപ്റ്റർ 7 ചാറ്റ്. ചാപ്റ്റർ 7. ഓ ഷോ. കയറി ജസ്റ്റ് ഒന്ന് കയറി പോട്ടെ. കളിക്കണം. ജസ്റ്റ് ഒന്ന് കയറി പോട്ടെ. കയറട്ടെ. ദ ഷാഡോസ് ഡിസെൻറ്റ് എൻറ്റർഡ് ദ ടൈം പോർട്ടൽ. 10 years ആവും പാസ്ഡ്. 10 വർഷം കഴിഞ്ഞാടാ. 10 വർഷം. എൻ്റെ ലൈഫിലെ 10 വർഷം. Can you feel it? We are a single world once. I realized when you defeated me, I am you, you are me. I am you, you are me. Bro. Shadows pity you that how I was created. He imprisoned me in the spare, but now we are fusing no more shadow tricks. I am became a part of you like I was the very beginning. I am vanishing. Stop shadow farewell. Chapter 7 part 1. Forget the past chat. Forget the past.